CS കെമിസ്ട്രി മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പാഠഭാഗം 5ാമത്തെ പാഠമായ കാർബണിക രസതന്ത്രം. ഇത് പാർട്ട് 3 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. പാർട്ട് 2 വീഡിയോ കണ്ടതിന് ശേഷം ഇതിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ പാർട്ട് 2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം മാത്രം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ. ഹൈഡ്രോ കാർബണുകൾ പൂരിതം അപൂരിതം എന്നീ 2 ടൈപ്പുകളിലായിട്ട് നമുക്ക് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ പൂരിതത്തിന്റെ കീഴിൽ വരുന്നതാണ് ഏകബന്ധനം, കാർബണുകൾക്കിടയിൽ ഏകബന്ധനമുള്ള ആൽക്കെയിനുകൾ. അതുപോലെ അപൂരിത ഹൈഡ്രോ കാർബണിന് കീഴിൽ വരുന്നത് 2 വിഭാഗമാണ്. ദ്വിബന്ധനമുള്ള ആൽക്കീനുകളും ത്രിബന്ധനം, കാർബണുകൾക്കിടയിൽ ത്രിബന്ധനമുള്ള ആൽക്കൈനുകളും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് ഈ 3 ടൈപ്പ് ഹൈഡ്രോ കാർബണുകളുടെയും, അതായത് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, ഇവയുടെ IUPAC നാമകരണം എങ്ങനെ നിർവഹിക്കാമെന്നാണ്. IUPAC എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നതിന്റെ ചുരുക്കപ്പേരാണ്. അപ്പോൾ അവരാണ് നമ്മളൊരു ഹൈഡ്രോ കാർബണിന് എങ്ങനെയാണ് പേരിടുക എന്നുള്ള നിയമാവലി തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇവയുടെ ഘടനാവാക്യങ്ങൾ, ആൽക്കീനിന്റെയും ആൽക്കീനിന്റെയും ആൽക്കൈനിന്റെയും ഒക്കെ ഘടനാവാക്യങ്ങൾ എങ്ങനെ എഴുതും. അതുപോലെ തന്നെ ഇവയ്ക്ക് ഒരു പൊതു സമവാക്യമുണ്ട്. ഓരോന്നിനും പൊതു സമവാക്യമുണ്ട്. ആൽക്കീനിന്റെ പൊതു സമവാക്യം എന്താണ്, ആൽക്കീനിൻ്റെത് എന്താണ്, ആൽക്കൈനിന്റെ എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് പഠിക്കും. അതുപോലെ തന്നെ എന്താണ് ഹോമോലോഗസ് സീരീസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്താണ് നീളമുള്ള ചെയിൻ ഹൈഡ്രോ കാർബണും അതുപോലെ ശാഖയുള്ള ഹൈഡ്രോ കാർബണും നാമകരണം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് പഠിക്കും. അതുപോലെ തന്നെ നമ്മൾ ആൽക്കൈൽ റാഡിക്കലുകളെ കുറിച്ച് പഠിക്കും. ആൽക്കൈൽ റാഡിക്കലിന്റെ എങ്ങനെയാണ് പേരിടുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ IUPAC നാമകരണത്തിന്റെ കീഴിൽ തന്നെ നമ്മൾ എന്താണ് പദമൂലം, ഓരോ കാർബൺ ആറ്റത്തിന്റെയും എണ്ണം അനുസരിച്ചിട്ട് ഓരോ വാക്കുകളുണ്ട്. അതിനെയാണ് നമ്മൾ പദമൂലം എന്ന് പറയുക. എത്ര കാർബൺ ആറ്റം ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പദമൂലം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ആൽക്കീൻ കുടുംബത്തിലെ ഒറ്റൊരു കാർബൺ ആറ്റം മാത്രമുള്ള സംയുക്തത്തിന്റെ കാര്യം നോക്കാം. അപ്പോ ഒരു കാർബൺ ആറ്റം ആദ്യം എഴുതുക. എന്നിട്ട് നമുക്കറിയാം കാർബണിന്റെ സംയോജകത 4 ആണ്. അപ്പോൾ ഈ ഒരു കാർബൺ ആറ്റത്തിന്റെ 4 എന്ന സംയോജകത പൂർത്തീകരിക്കണമെങ്കിൽ ഹൈഡ്രോ കാർബണിൽ നമുക്ക് ആകെപ്പാടെയുള്ള ഓപ്ഷൻ വേറൊരു കാർബൺ ആറ്റവും വേറൊരു ഹൈഡ്രജൻ ആറ്റവും ആണ്. പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒറ്റ കാർബൺ ആറ്റമുള്ള സംയുക്തമാണ്. അപ്പോൾ ഈ ഒരു കാർബൺ ആറ്റത്തിന്റെ സംയോജകത പൂർത്തീകരിക്കാൻ വേറൊരു കാർബണിനെ കൊണ്ടുവരാൻ സാധ്യമല്ല, മറിച്ച് നമ്മൾക്ക് ഹൈഡ്രജന്റെ സഹായം തേടേണ്ടി വരും. അപ്പോൾ ഒരൊറ്റ ഹൈഡ്രജൻ വന്നാലേ ശരിയാവോ? ഇല്ല. കാരണം ഒരൊറ്റ ഹൈഡ്രജൻ ആയിട്ടാണ് രാസബന്ധനമെങ്കിൽ കാർബണിന്റെ ഒരു സംയോജകത മാത്രമേ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഹൈഡ്രജന്റെ സംയോജകത 1 ആയതുകൊണ്ട്, ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പോ നമ്മൾക്ക് ടോട്ടല് 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ വന്നിട്ട് വേണം കാർബണായിട്ട് രാസബന്ധനത്തിൽ ഏർപ്പെട്ട് കാർബണിന്റെ 4 എന്നുള്ള സംയോജകത പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്കിതിന്റെ രാസസൂത്രം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അതായത് ഒറ്റ കാർബൺ അല്ലേ ഉള്ളൂ, അപ്പം C എന്ന് എഴുതുക. പിന്നെ ഹൈഡ്രജന്റെ പ്രതീകമായിട്ടുള്ള H എന്ന് എഴുതുക. കാർബൺ ഒറ്റ ആയതുകൊണ്ട് ഇവിടെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. H എത്രയുണ്ടെന്ന് എണ്ണി നോക്കുക. 1 2 3 4 H അല്ലേ ഉള്ളത്. അപ്പം സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 4 എന്ന് എഴുതുക, ഹൈഡ്രജന്റെ വലതുവശത്തായിട്ട് താഴെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രാസസൂത്രവും കിട്ടി. ഇനി നമ്മൾക്ക് ഇതിനെ എങ്ങനെ പേരിടാമെന്നാണ് നോക്കേണ്ടത്, അല്ലെ, നാമകരണ രീതി. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, നിങ്ങളുടെ പേജ് 105 ഒരു പട്ടിക കാണാൻ പറ്റും. പൂരിത ഹൈഡ്രോ കാർബണുകളുടെ IUPAC നാമകരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പദമൂലം കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്, METH. അപ്പൊ ഞാൻ ഇവിടെ പച്ചാക്ഷരത്തിൽ എഴുതിയത് കണ്ടോ? ആൽക്കേനിന്റെ നാമകരണ രീതി എന്ന് പറയുന്നത് പദമൂലം ആണ് ആദ്യത്തെ വാക്കായിട്ട് വരേണ്ടത്. അപ്പൊ ഒരു കാർബൺ ഉള്ളത് കൊണ്ട് അത് മെത്ത് ആയിരിക്കും. എന്നിട്ട് അതിന്റെ കൂടെ ആൽക്കേനുകളൊക്കെ പേര് അവസാനിക്കുന്നത് എയിൻ എന്നുള്ള ഒരു വാക്കിലാണ്. അപ്പോൾ മെത്ത് പ്ലസ് എയിൻ എന്നുള്ളത് രൂപാന്തരണം പ്രാപിച്ച് മീഥെയിൻ എന്നാണ് നമ്മൾ എഴുതാറ്. മീഥെയിൻ. ഓക്കെ, അപ്പോ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, ഒറ്റ കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ, ആ കാർബണിന്റെ സംയോജകത പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് 4 ഹൈഡ്രജനുകൾ വന്നു. അങ്ങനെയാണ് നമ്മൾക്ക് CH4 എന്നുള്ള രാസസൂത്രം കിട്ടിയത്. ഇനി ഒറ്റ കാർബൺ ആയതുകൊണ്ട് മെത്ത് എന്നുള്ള പദമൂല്യം ഉപയോഗിച്ചു.
പിന്നെ അവസാന വാക്ക് എയിൻ, അങ്ങനെ മീഥെയിൻ എന്നുള്ള പേരും നമ്മൾ ഇതിന് കൊടുത്തു. ഇനി നമ്മൾ നോക്കിയേ ആൽക്കീൻ. ആൽക്കീനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാർബൺ ആറ്റവും അടുത്ത കാർബൺ ആറ്റവും തമ്മിൽ ദ്വിബന്ധനം ഉള്ളവയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റ കാർബൺ ആറ്റത്തില് അതുകൊണ്ട് തന്നെ ആൽക്കീന് ഉണ്ടാവുക സാധ്യമല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ ഒരു ഡാഷ് ഇട്ട് കൊടുത്താൽ മതി. ഒറ്റ കാർബൺ ആറ്റമുള്ള ആൽക്കീൻ സാധ്യമല്ല. അതുപോലെ തന്നെയല്ലേ ആൽക്കൈനിന്റെ കേസിലും ത്രിബന്ധനം വേണം രണ്ട് കാർബൺ ആറ്റം തമ്മിൽ. അപ്പോൾ ഏറ്റവും ചെറിയ ആൽക്കൈനും മിനിമം 2 കാർബണുകൾ വേണ്ടത് കൊണ്ട് തന്നെ ഒറ്റ കാർബൺ ഉള്ള ആൽക്കൈനും പോസിബിൾ അല്ല. അപ്പൊ ഇനി നമുക്ക് ആൽക്കൈൻ കുടുംബത്തിലെ അടുത്ത മെമ്പറിന്റെ അടുത്ത് പോവാം. അടുത്ത കുടുംബാംഗം എന്ന് പറയുന്നത് എത്ര കാർബൺ ആറ്റങ്ങൾ ഉള്ളതായിരിക്കും? 2 കാർബൺ ആറ്റം ഉള്ളതായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതുക? 2 കാർബൺ ആറ്റത്തിനെ ഫസ്റ്റ് എഴുതുക. അവയ്ക്ക് തമ്മിൽ ഏകബന്ധനം ഇട്ട് കൊടുക്കുക. കാരണം ആൽക്കൈനിൽ ഏകബന്ധനം അല്ലാതെ വേറൊരു തരത്തിലുള്ള ബന്ധനവും പോസിബിൾ അല്ല. അതിനുശേഷം വേണം നമ്മൾ ഹൈഡ്രജൻ ആറ്റങ്ങൾ ഇട്ട് കൊടുക്കാൻ. അപ്പോ ഹൈഡ്രജൻ എത്ര എണ്ണം വരും? ഇത് നോക്കിയേ, ഇത് 1ാമത്തെ കാർബൺ വിചാരിക്കാം, ഇത് 2ാമത്തെ കാർബൺ. അപ്പൊ ഈ കാർബണിന് ഒരു സംയോജകത ഓൾറെഡി പൂർത്തിയായി അല്ലെ? അപ്പൊ 4ൽ ഒരു സംയോജകത പോയി എന്ന് വെച്ചാൽ ഇനി ബാക്കി എത്ര? 3 അല്ലേ? അപ്പോൾ ആ 3 സംയോജകത പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് 3 ഹൈഡ്രജനുകൾ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ കാർബണിന്റെ കേസും ഇത് ഷെയറിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഒരേ രാസബന്ധനത്തെ വ്യത്യസ്ത കാർബൺ ആറ്റത്തിന്റെ സംയോജകത പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. അപ്പൊ ഈ 2ാമത്തെ കാർബണിനും ഒരു സംയോജകത ഓൾറെഡി പൂർത്തിയായി. അപ്പൊ 4ൽ ബാക്കി 3 സംയോജകതയും 3 ഹൈഡ്രജൻ വെച്ച് തീർത്തു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ പറഞ്ഞേ എന്തായിരിക്കും ഇവിടുത്തെ രാസസൂത്രം എന്ന് പറയുന്നത്? ആദ്യം CH എന്ന് എഴുതുക, എന്നിട്ട് എത്ര കാർബണുകൾ ഉണ്ട് എന്ന് നോക്കുക. 2 കാർബൺ ആറ്റം, അതുകൊണ്ട് ഇവിടെ C2 എന്ന് എഴുതുക. ഇനി ഹൈഡ്രജൻ എത്ര ഉണ്ട് എന്ന് നോക്കുക. ആദ്യത്തെ കാർബണിന് 3, 2ാമത്തെ കാർബണിന് 3. അപ്പൊ 3 3 എത്ര? 6 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ട് അല്ലെ? ഇനി ഇതിന്റെ പേര് എങ്ങനെയാണ് നമ്മൾ എഴുതുക? പേര് എഴുതണമെങ്കിൽ നമുക്ക് പദമൂലം അറിഞ്ഞിരിക്കണം. അപ്പോൾ വീണ്ടും നിങ്ങൾ ആ ടേബിൾ നോക്കുക. അപ്പൊ 2 കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ പദമൂലം എത്ത് എന്നാണ്. അപ്പോൾ നമ്മൾ എത്ത് പ്ലസ് എയിൻ അഥവാ ഈഥെയിൻ എന്നാണ് ഇതിന് പേര് എഴുതുക. ഈഥെയിൻ, ഈഥെയിൻ എന്നാണ് ഇതിന് പേര് എഴുതുക. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്ത ആൽക്കൈൻ കുടുംബാംഗത്തെ നോക്കാം. അപ്പൊ അടുത്ത ആൽക്കൈൻ കുടുംബാംഗത്തിന് 3 കാർബൺ ആറ്റം അല്ലെ? 1 ആയി 2 ആയി. ഇനി 3 കാർബൺ ആറ്റങ്ങളുള്ള ആൽക്കൈനെയാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം 3 കാർബൺ ആറ്റങ്ങള് പ്രതിനിധീകരിച്ചുകൊണ്ട് 3 C എഴുതുക. എന്നിട്ട് അവ തമ്മിൽ ഏകബന്ധനം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഓരോ കാർബൺ ആയിട്ട് നോക്കാം. ഇത് 1ാമത്തെ കാർബൺ, ഇത് 2ാമത്തെ കാർബൺ, ഇത് 3ാമത്തെ കാർബൺ. അപ്പം ഈ കാർബണിന് ഒരു സംയോജകത ഓൾറെഡി പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ 4ൽ 1 പൂർത്തീകരിച്ചാൽ ബാക്കി എത്ര? 3 സംയോജകതയാണ് പൂർത്തീകരിക്കാനുള്ളത്. അത് 3 ഹൈഡ്രജൻ വെച്ച് നമ്മൾ പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ ഈ അറ്റത്തുള്ളതും ഇവിടെയും ഒരു സംയോജകത ഓൾറെഡി ഈ കാർബണിനെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കി 3 സംയോജകത പൂർത്തീകരിക്കുന്നത് 3 ഹൈഡ്രജൻ വെച്ചിട്ടാണ്. ഇനി നടുക്കുള്ള ആളെയാണ് ശ്രദ്ധിക്കേണ്ടത്. നടുക്കുള്ള ആൾക്ക് എത്ര സംയോജകത പൂർത്തീകരിച്ചിട്ടുണ്ട്? ഇപ്പുറത്തൊന്നും പൂർത്തീകരിച്ചു, ഇപ്പുറത്തൊന്നും പൂർത്തീകരിച്ചു. അപ്പോ 4ൽ 2 സംയോജകത പൂർത്തീകരിച്ചു. അപ്പൊ ഇനി എത്ര ഹൈഡ്രജനെ വേണ്ടുള്ളൂ? ഈ അറ്റത്തുള്ള ആൾക്കാരെ പോലെ 3 എണ്ണം വേണോ? വേണ്ട. കാരണം 4ൽ 2 പൂർത്തീകരിച്ചു. അതുകൊണ്ട് ഇനി ബാക്കി 2 സംയോജകതയെ പൂർത്തീകരിക്കാനുള്ളൂ. അത് 2 ഹൈഡ്രജൻ വെച്ച് പൂർത്തീകരിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതിന്റെ രാസസൂത്രം എത്ര വരുന്നത്? CH എന്ന് എഴുതുക, എന്നിട്ട് എണ്ണാൻ തുടങ്ങുക. എത്ര കാർബൺ? 3 കാർബൺ. എത്ര ഹൈഡ്രജൻ? ഇവിടെ 3, ഇവിടെ 3. അപ്പൊ 6 ആയി. പിന്നെ നടുക്കുള്ള 2 എണ്ണം കൂടി കൂട്ടിയാൽ 6 2 8. അപ്പൊ C3H8 എന്നാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി പേരും കൂടി നോക്കണ്ടേ നമുക്ക്? അപ്പൊ 3 കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ പദമൂലമാണ് പ്രൊപ്പ്. അപ്പോ പ്രൊപ്പ് പ്ലസ് എയിൻ എന്നാണ് നാമകരണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രൊപ്പെയിൻ. പ്രൊപ്പെയിൻ. നമ്മളിവിടെ കുറച്ച് കടന്നു പോയി അല്ലെ? ആൽക്കൈനിന്റെ എഴുതുമ്പോൾ സ്ഥലം കുറവായിരിക്കും. നോക്കാം. ഓക്കെ, അപ്പൊ ഇത് 3ഉം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ആൽക്കീൻ കുടുംബത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാർബണുള്ള ആൽക്കീൻ പോസിബിൾ അല്ല. ഏറ്റവും ആൽക്കീൻ കുടുംബത്തിലെ ഏറ്റവും ചെറിയ അംഗത്തിന് മിനിമം 2 കാർബണെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്ത് എഴുതണം? 2 കാർബൺ ആറ്റങ്ങൾ എഴുതിയിട്ട് അവയ്ക്ക് നടുവില് എന്താണ്? ദ്വിബന്ധനമാണ് കൊടുക്കേണ്ടത്. അത് മാറിപ്പോകരുത്. ആൽക്കീൻ വരുമ്പോൾ ദ്വിബന്ധനമാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ കാർബണിന് എത്ര സംയോജകത ഓൾറെഡി പൂർത്തിയായി? 2 സംയോജകത ഓൾറെഡി പൂർത്തിയായി 4 എണ്ണത്തിൽ. അപ്പൊ ഇനി 2 ഹൈഡ്രജൻ കൂടിയേ ഇവിടെ ഈ കാർബണിനോട് അറ്റാച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ.
അത് നമുക്ക് ഇങ്ങനെ എഴുതാം. അതുപോലെ രണ്ടാമത്തെ കാർബൺ നോക്കുവാണെങ്കിലും രണ്ട് സംയോജകത ഓൾറെഡി പൂർത്തിയായി. അപ്പോൾ ഇനിയും രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ഇവിടെ അറ്റാച്ച് ചെയ്താൽ മതിയാവും. ഓക്കെ, ഈസി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിന്റെ രാസസൂത്രം എഴുതാം. CH എന്ന് ഫസ്റ്റ് എഴുതാം. എന്നിട്ട് കാർബൺ എത്ര എണ്ണം ഉണ്ട്? 2 കാർബൺ. ഹൈഡ്രജൻ എത്രയുണ്ട്? 1 2 3 4 4 ഹൈഡ്രജൻ. ഓക്കെ, ഇനി ഇതിന്റെ പേര് എഴുതണമെങ്കിൽ നമ്മൾ പദമൂലം ആൽക്കൈൻ ആണെങ്കിലും ആൽക്കൈൻ ആണെങ്കിലും ആൽക്കൈൻ ആണെങ്കിലും ഒക്കെ സെയിം ആണ് IUPAC കൊടുത്തിട്ടുള്ളത്. IUPAC ആരാ? IUPAC ഒരു സംഘടനയുടെ പേരാണ്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അവരാണ് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണത്തിന് എന്ത് നിയമമാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ രണ്ട് കാർബൺ ആറ്റം എവിടെ കണ്ടാലും, ഏകബന്ധനായിട്ടാണെങ്കിലും ദ്വിബന്ധനായിട്ടാണെങ്കിലും ത്രിബന്ധനായിട്ടാണെങ്കിലും കണ്ടാലും നമ്മൾ എത്ത് എന്നുള്ള പദമൂലം തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അതിന് മാറ്റമില്ല. അപ്പൊ നമ്മൾ എത്ത് പ്ലസ് ഈൻ എന്നുള്ള വാക്കിലാണ് ആൽക്കീനുകൾ എൻഡ് ചെയ്യേണ്ടത്, അവസാനിക്കേണ്ടത് അവയുടെ പേരുകൾ. അതുകൊണ്ട് തന്നെ എത്ത് പ്ലസ് ഈൻ, അതിന് നമ്മൾ എങ്ങനെ എഴുതുന്നറിയോ? ഈഥീൻ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. ഈഥീൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 3 കാർബൺ ആറ്റമുള്ള ആൽക്കീനെ നോക്കാം. അപ്പോൾ 3 കാർബൺ ആറ്റം ഉള്ളത് ആദ്യം 3 എഴുതുക. എന്നിട്ട് ഏതെങ്കിലും 2 കാർബണിന്റെ നടുവില് ദ്വിബന്ധനം ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഓക്കെ, അപ്പോ ബാക്കിയുള്ള കാർബൺ ആറ്റത്തിന്റെ നടുവില് ഏകബന്ധനം ഇട്ട് കൊടുക്കാം. അപ്പോ ഇതിന് നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യത്തെ കാർബൺ ആറ്റം, രണ്ടാമത്തെ കാർബൺ ആറ്റം, മൂന്നാമത്തെ കാർബൺ ആറ്റം എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ കാർബൺ ആറ്റത്തിന് 2 സംയോജകത ഓൾറെഡി പൂർത്തിയായി അല്ലെ? അപ്പൊ 4-ല് 2 എണ്ണം പോയാൽ ബാക്കി 2. അപ്പം 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ വന്ന് രാസബന്ധത്തിൽ ഏർപ്പെട്ട് ഈ കാർബണിന്റെ സംയോജകത ഇപ്പോൾ പൂർത്തിയായി. ഇനി ഇപ്പുറത്തെ അറ്റത്തുള്ള ആൾ നോക്കിയേ, ഇവിടെ എന്താ? ഒരു സംയോജകതയെ ഓൾറെഡി പൂർത്തിയായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി 3 ഹൈഡ്രജൻ ഇട്ട് കൊടുത്താല് കാർബണിന്റെ 4 എന്നുള്ള സംയോജകത പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നടുവിലത്തെ കാർബണിനെയാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ നടുവിലത്തെ കാർബണിന് ഓൾറെഡി 1 2 3 സംയോജകത പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു ഹൈഡ്രജൻ ഇട്ട് കൊടുത്താൽ നടുവിലത്തെ കാർബണിന്റെ ഇത് സംയോജകത പൂർത്തീകരിക്കപ്പെട്ടോളും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താ എഴുതേണ്ടത്? രാസസൂത്രം. അപ്പോ CH എന്ന് എഴുതുക. എന്നിട്ട് എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കുക? 3 കാർബൺ ആറ്റം അല്ലെ? എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട് നോക്കുക? 1 2 3 4 5 6. അപ്പൊ C3H6. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ആൽക്കൈൻ കുടുംബത്തിന്റെയാണ് നോക്കാൻ പോകുന്നത്. ആൽക്കൈൻ കുടുംബത്തിൻ്റെത് എങ്ങനെയാ? കാർബണും കാർബണും എഴുതുക. എന്നിട്ട് അവ തമ്മിൽ ഏത് ബന്ധനം? ത്രിബന്ധനം ഇട്ട് കൊടുക്കുക അല്ലെ? അപ്പോൾ ആദ്യത്തെ കാർബൺ ആറ്റത്തിന് 3 സംയോജകത ഓൾറെഡി പൂർത്തിയായി. അപ്പൊ ഇനി ജസ്റ്റ് ഒറ്റ എണ്ണത്തിന്റെ ആവശ്യമേ ഉള്ളൂ 4 എണ്ണം പൂർത്തിയാവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഇതിന്റെ കാര്യവും. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിന് 3 സംയോജകത ഓൾറെഡി പൂർത്തിയായി. അപ്പോൾ ഇനി ഒരു ഹൈഡ്രജൻ ആറ്റം കൂടി ഇട്ട് കൊടുത്താൽ അതിന്റെ സംയോജകത 4 എന്നുള്ളത് പൂർണ്ണമായും പൂർത്തിയാവും. നമുക്ക് ഈ കേസിലും രാസസൂത്രം എഴുതി നോക്കാം. CH എന്ന് എഴുതുക. എന്നിട്ട് എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട്? 2 കാർബൺ ആറ്റം. എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റം. ഇനി ഇതിന്റെ പേര് എങ്ങനെയായിരിക്കും? പദമൂലം സെയിം ആണ്, 2 കാർബൺ ആയതുകൊണ്ട് എത്ത്. പക്ഷെ ഇതിന്റെ ആൽക്കൈനുകളുടെ പേര് എൻഡ് ചെയ്യേണ്ടത് ഐൻ എന്നുള്ള വാക്കിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എത്ത് പ്ലസ് ഐൻ, അതായത് ഈഥൈൻ. ഇങ്ങനെയാണ് ഇതിന്റെ പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ 2 കാർബൺ ആറ്റമുള്ള ആൽക്കൈനിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ 3 കാർബൺ ആറ്റമുള്ള ആൽക്കൈനിന്റെ പേര് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യം എപ്പോഴത്തെയും പോലെ 3 കാർബൺ എഴുതുക. എന്നിട്ട് ഏതെങ്കിലും 2 കാർബണിന്റെ നടുവില് ത്രിബന്ധനം ഇടുക. അടുത്ത കാർബണിന്റെ നടുവില് ഏകബന്ധനം ഇടുക. എന്നിട്ട് നമുക്ക് 1 2 3 ഇങ്ങനെ നമ്പറിങ് കൊടുക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാർബണിന് ഓൾറെഡി 3 സംയോജകത പൂർത്തിയായി. അപ്പൊ 4ാമത്തെ സംയോജകത പൂർത്തീകരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഹൈഡ്രജന്റെ ആവശ്യമേ ഉള്ളൂ. അത് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇനി ഇപ്പുറത്തെ അറ്റത്തെ കാർബണിനെ നോക്കാം. 3ാമത്തെ കാർബണിനെ നോക്കുമ്പോൾ ഒരു സംയോജകത മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. അപ്പൊ ഇനിയും 3 സംയോജകത പൂർത്തിയാവേണ്ടതുള്ളത് കൊണ്ട് 3 ഹൈഡ്രജൻ ആറ്റത്തിന് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നടുവിലത്തെ കാർബണിനെ നോക്കിയേ, രണ്ടാമത്തെ കാർബണിനെ. അതിന് വലതുവശത്ത് 1 2 3 സംയോജകത പൂർത്തിയായി. ഇടതുവശത്ത് നോക്കുകയാണെങ്കിൽ ഒരു സംയോജകത പൂർത്തിയായി. അപ്പൊ ടോട്ടൽ 4 എണ്ണം ഓൾറെഡി പൂർത്തിയായി. അപ്പൊ അതിന് ഇനി വീണ്ടും ഒരു ഹൈഡ്രജന്റെ അല്ലെങ്കിൽ വീണ്ടും പുറത്തുനിന്ന് മറ്റൊരു ആറ്റം വന്ന് സംയോജകത പൂർത്തീകരിക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല. ഓൾറെഡി പൂർത്തിയായതുകൊണ്ട് നടുവിലത്തെ കാർബണിന് ഒരു ഹൈഡ്രജനും അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഇതിന്റെ എന്താണ് രാസസൂത്രം എഴുതാൻ പോവാണ്. CH എന്ന് എഴുതുക. എന്നിട്ട് കാർബൺ എത്ര ഉണ്ട് നോക്കുക? 3 കാർബൺ അല്ലേ? എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കുക? ഇവിടെ 3, ഇവിടെ 1, നടുവിൽ ഒന്നുമില്ല. അപ്പൊ 3 1 4 C3H4. ഇനി ഇതിന്റെ പേരെങ്ങനെ എഴുതും നോക്കാം. പേരെങ്ങനെയാ? പദമൂലം പ്ലസ് അവസാന വാക്ക് ഐൻ അല്ലെ? പദമൂലം പ്രൊപ്പ് പ്ലസ് ഐൻ എന്ന് പറയുമ്പോൾ പ്രൊപ്പൈൻ. അപ്പോൾ ഈ സ്ലൈഡ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്റെ കൂടെ തന്നെ ഇത് ചെയ്തു നോക്കുക.
ചെയ്ത് നോക്കിയതിനു ശേഷം ഒരിക്കൽ കൂടി ഈ ഒരു ഭാഗം എടുത്ത് കാണുക. കാരണം ഈ പാഠഭാഗത്തിൽ നിന്ന് നാമകരണത്തെ കുറിച്ചിട്ടാണ് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് എഴുതി തന്നെ പഠിക്കുക. കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പദമൂലങ്ങൾ എന്ന വാക്ക് ഉപയോഗിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ. അപ്പോൾ പദമൂലങ്ങളെ കുറിച്ച് വിശദമായിട്ട് ഒരു പ്രത്യേക സ്ലൈഡ് ഉണ്ടാക്കി പറയാമെന്ന് വിചാരിച്ചു. കാരണം സംഖ്യകളും അവയ്ക്ക് നേരെ ഇതുപോലെ ഇംഗ്ലീഷ് നാമങ്ങളുമാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് 105ാമത്തെ പേജിൽ. അപ്പോൾ നിങ്ങൾക്ക് പരിഭ്രമം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ സംഖ്യകളെ പ്രതിനിധാനം ചെയ്യാൻ നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ മാത്രമല്ല, ഇപ്പം സംസ്കൃതത്തിൽ നിന്ന് കടമെടുത്ത് നമ്മൾ മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമുണ്ട്, സംഖ്യയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. അതായത് 1 എന്നുള്ളതിനെ നമ്മൾ ഏകാദശി അല്ലെ, അപ്പോൾ ഏകം എന്നുള്ള വാക്ക് വന്നാൽ 1 എന്നാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ 2 എന്നുള്ള സംഖ്യയെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് ദ്വി എന്നുള്ളത് അല്ലെ. അപ്പോൾ ദ്വിദിനം എന്ന് വെച്ചാല് 2 ദിന വർക്ക്ഷോപ്പ്, അങ്ങനെയാണ് അർത്ഥം. അപ്പോ അതുപോലെ 3 എന്നുള്ള സംഖ്യയെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും? ത്രി എന്നുള്ളൊരു പ്രിഫിക്സ് അല്ലെ, ഒരു വാക്ക് ഉപയോഗിച്ച് സൂചിപ്പിക്കും. അപ്പോ ത്രിവർണ്ണ പതാക എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാതെ തന്നെ അറിയാം, അതിൽ 3 കളറുള്ള ഒരു ഫ്ലാഗിനെയാണ് ത്രിവർണ്ണ പതാക എന്ന് പറയുക. അതുപോലെ ത്രിനേത്രൻ എന്ന് വെച്ചാൽ 3 കണ്ണുള്ള ആള് ശിവൻ. അതുപോലെ തന്നെ ഒരുപാട് വാക്കുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. ത്രികോണം നമ്മൾ മാത്സിൽ പഠിക്കുന്നതാണ്. അങ്ങനെ അടുത്ത സംഖ്യ 4. 4-ന് എന്ത് വാക്ക് ഉപയോഗിച്ചാൽ നമ്മൾ മലയാളത്തിൽ പറയാറ്? ചതുർഭുജം എന്ന് പറയുമ്പോൾ ആ ചതുർ എന്നുള്ളത്, ചതുരംഗം, അങ്ങനെ ഒരുപാട് വാക്കുകളിൽ നമ്മൾ 4-നെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ 5-നെ സൂചിപ്പിക്കുന്ന വാക്കാണ് പഞ്ച എന്നുള്ളൊരു വാക്ക് അല്ലെ. അപ്പൊ നമ്മള് എന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള പഞ്ചതന്ത്ര കഥകൾ അല്ലെ. അതുപോലെ തന്നെ എന്ത് പറയാൻ പറ്റും നമുക്ക്, പഞ്ചവത്സര പദ്ധതി, 5 ഇയർ പ്ലാൻ. അപ്പൊ പഞ്ച എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് 5-നെ റെപ്രസെന്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഷഡ് എന്നുള്ള ഒരു വാക്ക്, ഷഡ്പദം, ഷഡ്കാല ഗോവിന്ദമാല, ഇതിലൊക്കെ ഷഡ് എന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? 6 എന്നുള്ള സംഖ്യയെ സൂചിപ്പിക്കുന്നു. അതുപോലെ 7-നെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് എന്തായിരിക്കും? മലയാളത്തിൽ 7-ന് സപ്ത എന്നുള്ള വാക്കാണ്, സപ്തതി അല്ലെ. അതുപോലെ തന്നെ സപ്തർഷി, സപ്താഹം, ഇതൊക്കെ 7-നെ സൂചിപ്പിക്കുന്നതാണ്. അതേപോലെ 8-നെ സൂചിപ്പിക്കുന്ന വാക്കാണ് അഷ്ടം എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് അഷ്ടവക്രൻ അല്ലെങ്കിൽ അഷ്ടപതി, അതുപോലെയുള്ള വാക്കുകളൊക്കെ നമുക്കറിയാം അല്ലെ. അതിൽ അഷ്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 8-നെയാണ്. ഇനി അതുപോലെ 9-നെ എന്ത് വാക്കാണ് ഉപയോഗിക്കുക? നവം എന്നുള്ളത്. ഇപ്പോ നവരാത്രി അല്ലെങ്കിൽ നവധാന്യങ്ങൾ അല്ലെങ്കിൽ നവരത്നങ്ങൾ, ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? 9 എന്നുള്ള സംഖ്യയെ സൂചിപ്പിക്കാനാണ്. അതുപോലെ 10-ന് നമ്മൾ എന്തായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ദശാവതാരം അല്ലെ. ഭഗവാന്റെ ദശാവതാരത്തിനെ കുറിച്ച് പറയുമ്പോൾ 10 അവതാരത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദശം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് 10 എന്ന സംഖ്യയെ സൂചിപ്പിക്കാനാണ്. അപ്പൊ മലയാളത്തിൽ തന്നെ നമ്മൾ ധാരാളമായി ഇങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഒരു ഇംഗ്ലീഷ് ആയിട്ട് കണക്കാക്കിയാൽ മതി. അതേപോലെ ഇംഗ്ലീഷിൽ നമ്മൾ ഇങ്ങനെ 1-ന് മെത്ത്, ഒരു കാർബൺ ഉള്ളതിന് മെത്ത് എന്നും 2 കാർബൺ ഉള്ളതിന് എന്നും 3 കാർബൺ ഉള്ള സംയുക്തത്തിന്റെ പേരിടുമ്പോൾ നമ്മൾ 3 കാർബൺ എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രൊപ് എന്നും, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട് എന്നും, 5 കാർബൺ ആണെങ്കിൽ പെന്റ് എന്നും, 6 കാർബൺ ആണെങ്കിൽ ഹെക്സ് എന്നും, 7 കാർബൺ ആണെങ്കിൽ ഹെപ്റ്റ് എന്നും, 8 കാർബൺ ആണെങ്കിൽ ഒക്ട് എന്നും, 9 കാർബൺ ആണെങ്കിൽ നൺ എന്നും, 10 കാർബൺ ആണെങ്കിൽ ഡെക് എന്നുമുള്ള വാക്കുകൾ ആണ് പദമൂലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഇതിൽ തന്നെ എല്ലാം നിങ്ങൾ ബൈഹാർട്ട് ആക്കണമെന്നില്ല, കാരണം എക്സാമിന് മിക്കവാറും ചോദിക്കുക ആദ്യത്തെ 6 എണ്ണമായിരിക്കും. അപ്പൊ ആദ്യത്തെ 6 കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം, ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ വീണ്ടും പട്ടികയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ 3 കാർബൺ ആറ്റങ്ങളുള്ള ഹൈഡ്രോകാർബൺ സംയുക്തങ്ങൾ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയോ നമുക്ക് 4 കാർബൺ ആറ്റങ്ങളുള്ള സംയുക്തങ്ങളെ കുറിച്ച് പറയാമല്ലേ. അപ്പോ എപ്പോഴത്തെയും പോലെ നമ്മൾ എന്ത് ചെയ്യുക? 4 കാർബണിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആൽക്കെയിൻ ആയതുകൊണ്ട് ഏകബന്ധനം മാത്രമാണ് കാർബണുകൾക്ക് ഇടയിൽ ഉണ്ടാവുക. ഇനി ബാക്കി സംയോജകത പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ കാർബണിനും ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക അല്ലെ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ഇടും? ഏറ്റവും അറ്റത്തുള്ള 2 കാർബണുകൾക്കും എന്താണ് ഒരു സംയോജകതയെ പൂർത്തിയായിട്ടുള്ളൂ. ബാക്കി 3 സംയോജകത നമ്മൾ ഹൈഡ്രജനുകളെ വെച്ചിട്ടാണ് പൂർത്തീകരിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നടുവിലുള്ള 2 ആളുടെ കേസ് എങ്ങനെയാണ്? അതിന് ഓൾറെഡി 2 സംയോജകത പൂർത്തിയായി. അപ്പോൾ 4-ൽ നിന്ന് 2 പോയാൽ എത്ര? 2. ബാക്കി 2 സംയോജകതയാണ് ഹൈഡ്രജനുകളെ വെച്ച് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. അപ്പം ഓക്കെ അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിന്റെ രാസസൂത്രം എഴുതുക.
രാസസൂത്രം എഴുതുമ്പോൾ CH എന്ന് എഴുതിയിട്ട് നമ്മൾ ടോട്ടൽ കാർബണുകളുടെ എണ്ണം എഴുതി കൊടുക്കുക സിയുടെ തൊട്ടടുത്തായിട്ട്. അപ്പൊ 4 കാർബൺ അല്ലേ ഉള്ളത്, അപ്പൊ ഇവിടെ C4 എന്ന് എഴുതുക. ഇനി ഹൈഡ്രജനോ, ഹൈഡ്രജൻ എത്രയുണ്ട് നോക്കിയേ, ഈ രണ്ടറ്റത്തുമായിട്ട് 3 3 6 ഉണ്ട്. പിന്നെ നടുവിലുള്ള 2 കാർബണിനോട് അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻ കൂട്ടിയാൽ 2 2 4. അപ്പോൾ ടോട്ടൽ എത്രയാണ്, 6ഉം 4ഉം 10 ഹൈഡ്രജൻ ആണ് ഈ ഒരു സംയുക്തത്തിലുള്ളത്. ഇനി ആയോ, ഇല്ല, നമുക്ക് പേര് കൂടി കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ പേര് എന്താണ്, പദമൂലം പ്ലസ് എയിനാണ്. ഇനി പദമൂലം എന്താണ്, 4 എന്നുള്ള സംഖ്യയെ റെപ്രസെന്റ് ചെയ്യുന്ന പദമൂലം എന്താണ്, ബ്യൂട്ടാണ് അല്ലെ. അപ്പോ ഈ ബ്യൂട്ട് പ്ലസ് എയിൻ അഥവാ ബ്യൂട്ടെയിൻ എന്നുള്ളതാണ് 4 കാർബൺ അടങ്ങിയ ആൽക്കെയിനിന്റെ പേര് എന്ന് പറയുന്നത്. 4 കാർബണുള്ള ആൽക്കെയിൻ കഴിഞ്ഞാൽ നമ്മൾ ആൽക്കീനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. അപ്പൊ നമുക്ക് ആൽക്കീനിന്റെ സവിശേഷത എന്താന്ന് വെച്ചാല് 4 കാർബണുള്ള ആൽക്കീനിനെ നമുക്ക് 2 തരത്തിൽ എഴുതാൻ വേണ്ടി പറ്റും. അതെന്തുകൊണ്ടാണ്, എവിടെയാണ് ദ്വിബന്ധനം വരുന്നത് എന്ന് അനുസരിച്ചിട്ടാണ് 4 കാർബണുള്ള ആൽക്കീൻ 2 തരത്തിൽ കാണപ്പെടുന്നത്. അപ്പോ അതിൽ ആദ്യത്തത് എങ്ങനെയാന്ന് വെച്ചാൽ അറ്റത്തുള്ള കാർബണ് ദ്വിബന്ധനത്തിൽ ഏർപ്പെടുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നടുവിലുള്ള കാർബണുകൾ തമ്മിലാണ് ദ്വിബന്ധനം, അറ്റത്തിലുള്ളവ തമ്മിലല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വിശദമാക്കി തരാം. അപ്പം നമ്മൾ അറ്റത്തുള്ള കാർബണുകൾ തമ്മിൽ ദ്വിബന്ധനം ഇട്ടാല് ബാക്കി കാർബണുകൾക്ക് ഇടയിലൊക്കെ എന്താണ്, ഏകബന്ധനം മാത്രമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്തിട്ടുള്ളത് പോലെ ഓരോ കാർബണിന്റെയും ബാക്കി സംയോജകത ഹൈഡ്രജൻ വെച്ച് പൂരിപ്പിക്കുക. അപ്പോൾ ഈ അറ്റത്തുള്ള കാർബണിന്റെ സംയോജകത പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ എത്ര ഹൈഡ്രജൻ കൂടി ഇട്ട് കൊടുക്കണം, 2 ഓൾറെഡി ആയതുകൊണ്ട് ബാക്കി 2 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഈ രണ്ടാമത്തെ കാർബണിന് നമ്മൾ എന്തിട്ട് കൊടുക്കണം എന്ന് വെച്ചാല് 3 ഓൾറെഡി പൂർത്തിയായി. അപ്പം ജസ്റ്റ് ഒരു ഹൈഡ്രജൻ മാത്രം ഇട്ട് കൊടുത്താൽ സംയോജകത പൂർത്തിയാവും. മൂന്നാമത്തെ കാർബണിനാണെങ്കിൽ 2 സംയോജകത ഓൾറെഡി പൂർത്തിയായി, അതുകൊണ്ട് തന്നെ 2 ഹൈഡ്രജൻ കൂടി ഇട്ട് കൊടുത്താൽ മാത്രമേ സംയോജകത പൂർത്തിയാവുള്ളൂ. ഇനി ഏറ്റവും അറ്റത്തുള്ള കാർബണിന് ഒരു സംയോജകതയെ പൂർത്തിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ബാക്കി 3 സംയോജകത നമ്മൾ ഹൈഡ്രജൻ വെച്ചിട്ടാണ് പൂർത്തീകരിക്കുക. ഇനി എഴുതാൻ ശ്രമിച്ച എന്താണ് ഇതിന്റെ രാസസൂത്രം എന്ന്. അപ്പോ CH എന്ന് എഴുതുക. കാർബൺ എത്രയാണ്, 4 കാർബൺ. ഹൈഡ്രജൻ എത്രയാണെന്ന് നോക്കിയേ, ഹൈഡ്രജൻ ഇവിടെ 2 2, ഇവിടെ 1 2ഉം 1ഉം 3, ഇവിടെ 2 3ഉം 2ഉം 5, ഇവിടെ 3 5ഉം 3ഉം 8 അല്ലെ. അപ്പൊ C4H8 എന്നാണ് ഇതിന്റെ രാസസൂത്രം. ഇനി പേര് നോക്കാം. പദമൂലത്തിൽ വ്യത്യാസമില്ല, 4 കാർബൺ ആയതുകൊണ്ട് പദമൂലം പ്ലസ് ഈൻ പേര് അവസാനിക്കുന്നതാണ് വ്യത്യാസം. അപ്പോ ബ്യൂട്ട് പ്ലസ് ഈൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ബ്യൂട്ടീൻ എന്ന് നമുക്ക് പേര് വിളിക്കാൻ പറ്റും. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ദ്വിബന്ധനത്തിന്റെ പൊസിഷൻ മാർക്ക് ചെയ്യണം. അപ്പോൾ ദ്വിബന്ധനത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ട്രേറ്റ് ചെയിൻ അല്ലെങ്കിൽ ഒരു നീണ്ട ചങ്ങല എഴുതുന്ന സമയത്ത് ദ്വിബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള കാർബണുകൾക്ക് ഏറ്റവും ചെറിയ നമ്പറാണ് കിട്ടേണ്ടത്. അതായത് നമ്മള് ഇടതുവശത്തു നിന്ന് വലത്തോട്ടും വലതുവശത്തു നിന്ന് ഇടത്തോട്ടും നമ്പർ എഴുതി ആദ്യമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, മനസ്സിൽ കണക്ക് കൂട്ടുന്നതിന് പകരം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇങ്ങനെ 1 2 3 4 എന്ന് കാർബണുകൾക്ക് നമ്പർ കൊടുക്കുക. നേരെ ബാക്കിലോട്ട് 1 2 3 4. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയേ, ആദ്യത്തെ നമ്പറിംഗ് പ്രകാരം 1ാമത്തെ കാർബണിന്റെയും 2ാമത്തെ കാർബണിന്റെയും ഇടയിലാണ് ദ്വിബന്ധനം വരുന്നത് അല്ലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ പേര് എഴുതുക ബ്യൂട്ട് 1 ഈൻ എന്നാണ്. ഇനി നേരെ മറിച്ച് നമ്മളിങ്ങനെ ബാക്കിലോട്ടേക്ക് എഴുതിയില്ലേ, ബാക്കിലോട്ടേക്ക് നമ്പറിംഗ് നടത്തി. അപ്പൊ ആ നമ്പറിംഗ് പ്രകാരമാണെങ്കിൽ 1 2 3 4 3ന്റെയും 4ന്റെയും ഇടയിലാണ്, 3ാമത്തെ 4ാമത്തെ കാർബണിന്റെ ഇടയിലാണ് എന്ത് വരുന്നത്, ദ്വിബന്ധനം വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പേര് എങ്ങനെ ആയിട്ട് മാറും, ബ്യൂട്ട് 3E. 3നും 4നും ഇടയിലാണെങ്കിൽ 3 എന്നുള്ള ചെറിയ സംഖ്യയാണ് എഴുതേണ്ടത്. 1ാമത്തെ 2ാമത്തെ കാർബണിന്റെ നടുവിലാണെങ്കിൽ 1 എന്നുള്ള ചെറിയ സംഖ്യയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോ ഈ 2 പേര് നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും കുറവ് നമ്പറാണ് ദ്വിബന്ധനത്തിൽ ഏർപ്പെടുന്ന കാർബണിന് കിട്ടേണ്ടത്. അപ്പൊ 1നെ അപേക്ഷിച്ച് 3 വലുതല്ലേ, 1 ഏറ്റവും ചെറുത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്വീകാര്യമായിട്ടുള്ള പേര് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും, ബ്യൂട്ട് 1E. ബ്യൂട്ട് 3E സ്വീകാര്യമല്ല. എന്തുകൊണ്ടാണ് സ്വീകാര്യമല്ലാത്തത്, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ കാർബണിന് ഹയർ നമ്പർ അല്ലെങ്കിൽ വലിയൊരു നമ്പറാണ് കിട്ടുന്നത്, നമുക്ക് ചെറിയ നമ്പറാണ്
ദ്വിബന്ധനത്തിന്റെ പൊസിഷന് എപ്പോഴും വേണ്ടത്. ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ദ്വിബന്ധനത്തിന്റെ പൊസിഷൻ നടുവിലത്തെ കാർബണുകളുടെ ഇടയിൽ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോ നമ്മൾ എന്ത് എഴുതണം? ദ്വിബന്ധനം ഇവിടെ വന്നാൽ ബാക്കി കാർബണിലോട്ട് ഏകബന്ധനം മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും അറ്റത്തുള്ള കാർബണിന് ഒരു സംയോജകതയെ പൂർത്തിയായിട്ടുള്ളൂ, ബാക്കി സംയോജകത നമ്മൾ ഹൈഡ്രജൻ വെച്ച് പൂരിപ്പിച്ചു അല്ലെ. ഇനി ഇപ്പുറത്തെ ഏറ്റവും അറ്റത്തുള്ള കാർബണിനും സെയിം ആണ് അവസ്ഥ അല്ലെ. ഇനി നമുക്ക് നടുവിലുള്ള കാർബണുകളെ നോക്കാം. അപ്പോ ഇവിടെ നമ്പറിങ് എഴുതിയാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും അല്ലെ മനസ്സിലാക്കാൻ. അപ്പൊ ഇവിടെ നമ്പറിങ് എഴുതിയാൽ ഇടതുവശത്ത് വലത്തോട്ടാണെങ്കിലും വലത്തുനിന്ന് ഇടത്തോട്ടാണെങ്കിലും വ്യത്യാസമൊന്നുമില്ല അല്ലെ. എന്താ 1 2 3 4 രണ്ട് രീതിയിൽ ഞാൻ നമ്പർ എഴുതിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ നോക്കിയാലും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർബണിന്റെ നടുവിലായിട്ടാണ് ദ്വിബന്ധനം വരുന്നത്. അതുകൊണ്ട് തന്നെ പേര് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് എഴുതുക? ബ്യൂട്ട് 2 കണ്ടോ? ഇങ്ങനെ എഴുതിയാലും അങ്ങനെ തന്നെയല്ലേ വരുന്നത്. ബ്യൂട്ട് 2 എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. സോറി, ഞാൻ ഇംഗ്ലീഷിലായിട്ട് എഴുതിയത്. ബ്യൂട്ട് 2 ഓക്കെ. അപ്പൊ 4 കാർബണുള്ള 2 ആൽക്കീനുകൾ ഉണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. ഇനി സ്ഥലമില്ലാത്തോണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം കേട്ടോ. ബ്യൂട്ട് 1 ഓക്കെ. ഓക്കെ, ഇനി നമ്മള് ആൽക്കൈനിന്റെ കാര്യം പറഞ്ഞാലോ. ആൽക്കൈനിന്റെ കാര്യം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യാം? 1 2 3 4 കാർബണുകൾ എഴുതുക. എന്നിട്ട് ഇവിടെയും ത്രിബന്ധനം നമുക്ക് എവിടെയൊക്കെ വരാൻ സാധിക്കും? ഒന്നുകിൽ നടുക്ക് വരാം, അല്ലെങ്കിൽ അറ്റത്ത് വരാം അല്ലേ. ഓക്കെ, അപ്പൊ ഇനി പെട്ടെന്ന് ചെയ്ത് നോക്കിയേ. നടുക്ക് വന്നാൽ ബാക്കിയുള്ള കാർബണുകളുടെ ഒക്കെ നടുവിൽ എന്താണ്? ഏകബന്ധനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഓരോന്നായിട്ട് സംയോജകത പൂർത്തീകരിക്കുമ്പോൾ ഏറ്റവും അറ്റത്തെ കാർബണിന് 3 ഹൈഡ്രജൻ ഇട്ടാലേ 4 സംയോജകത പൂർത്തിയാവും. പിന്നെ രണ്ടാമത്തെ കാർബണിന് ഇനി ഒരു ഹൈഡ്രജനെ പോലും അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അതിന്റെ 3 സംയോജകതയും വലതുവശത്തും 4ാമത്തെ സംയോജകത ഇടതുവശത്തുമായിട്ട് പൂർത്തീകരിച്ചിട്ടായി. അപ്പൊ ഇനി ഒരു ഹൈഡ്രജനും അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ 3ാമത്തെ കാർബണിനെ സംബന്ധിച്ചും ഇത് തന്നെയല്ലേ ശരി. ഓക്കെ, ഇവിടെ 1 2 3 4 സംയോജകത ഓൾറെഡി പൂർത്തീകരിച്ചു. അതുകൊണ്ട് ഇനി വേറൊരു ഹൈഡ്രജന്റെ യാതൊരു ആവശ്യവുമില്ല. ഇനി 4ാമത്തെ കാർബണിന് ഒരു സംയോജകതയെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ബാക്കി 3 സംയോജകത നമ്മൾ 3 ഹൈഡ്രജൻ വെച്ച് പൂർത്തീകരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഇത് ഫോർമുല, അതായത് രാസസൂത്രം നോക്കാം. CH, C 4 ആണെന്ന് നമുക്കറിയാം. H എത്ര വരും? 3 ഇവിടെ അറ്റത്തും 3, അപ്പോ ടോട്ടല് 6 അല്ലെ. അപ്പൊ C4H6. ഇനി ഇതിന്റെ പേരെങ്ങനെ എഴുതാൻ പറ്റും? പദമൂലം പ്ലസ് അയിനാണ്. അപ്പോ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക? ബ്യൂട്ട്, ഇവിടെ പൊസിഷൻ ഇമ്പോർട്ടന്റ് അല്ലേ. പൊസിഷൻ 2 2നും 3നും ഇടക്കാണ്. അപ്പൊ 2 ആണ് 3നേക്കാൾ കുറവുള്ള നമ്പർ. അതുകൊണ്ടാണ് നമ്മൾ 2 എന്നുള്ള നമ്പർ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ബ്യൂട്ട് 2 എന്താണ്? അവസാന വാക്ക് അയിൻ. ബ്യൂട്ട് 2 അയിൻ എന്നാണ് ഇതിന്റെ പേര്. ഇനി 4 കാർബണുള്ള അടുത്ത ആൽക്കൈനിന്റെ പേര് നോക്കാം. ഈ കേസിൽ ഏറ്റവും അറ്റത്തുള്ള കാർബണുകൾ തമ്മിലാണ് ത്രിബന്ധനമുള്ളത്. അപ്പൊ ഇവിടെ നമ്പറിംഗ് ഇടേണ്ടത് അത്യാവശ്യമാണ്. ത്രിബന്ധനമുള്ള കാർബണിന് ഏറ്റവും കുറവ് നമ്പർ ഇട്ട് കൊടുത്തുകൊണ്ട് തുടങ്ങാം നമുക്ക്. 1 2 3 4. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ആദ്യത്തെ കാർബണിന് 3 സംയോജകത കഴിഞ്ഞു. അപ്പൊ ആ 4ാമത്തെ സംയോജകത ഒരു ഹൈഡ്രജൻ വെച്ച് പൂർത്തീകരിക്കുക. രണ്ടാമത്തെ കാർബണിന് 3 സംയോജകത ഇവിടെ കഴിഞ്ഞു. 4ാമത്തെ സംയോജകത അടുത്ത കാർബണുമായിട്ടുള്ള ബന്ധനത്തിലൂടെ പൂർത്തീകരിച്ചു. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജന്റെ ആവശ്യമില്ല. ഈ 3ാമത്തെ കാർബണിന് 4ാമത്തെ കാർബണുമായിട്ട് ഏകബന്ധനമാണ്. അതുകൊണ്ട് ഇടതുവശത്തും വലതുവശത്തുമായിട്ട് 2 സംയോജകതയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പൊ ബാക്കി 2 സംയോജകത 2 ഹൈഡ്രജനെ വരച്ചുകൊണ്ട് പൂർത്തീകരിക്കുക. ഇനി ഏറ്റവും അറ്റത്തുള്ള ഈ കാർബണിനെ നോക്കുകയാണെങ്കിൽ ഒരു സംയോജകതയെ പൂർത്തിയായിട്ടുള്ളൂ. അപ്പൊ ബാക്കി 3 സംയോജകത 3 ഹൈഡ്രജനെ വെച്ചിട്ട് പൂർത്തീകരിക്കുക. അപ്പോ നമുക്കിവിടെ എന്ത് കാണാൻ സാധിക്കും? CH 4 കാർബൺ, എത്ര ഹൈഡ്രജൻ? 3 3 2 5 5 1 6. അപ്പൊ C4H6. ഇവിടെയും C4H6. കറക്റ്റ് അല്ലേ? ഇവിടെ എന്താണ് ഇപ്പം സ്പെഷ്യാലിറ്റി? ഇതിലൊന്നും മാറുന്നില്ല, ഫോർമുലയൊന്നും മാറാനില്ല, രാസസൂത്രം ഒന്നും മാറാനില്ല. എന്തേ മാറുള്ളൂ? ഈ പിന്നെ ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ത്രിബന്ധനത്തിന്റെ പൊസിഷൻ മാത്രമേ മാറുന്നുള്ളൂ. ഏതേത് കാർബണുകൾക്ക് ഇടയിലാണെന്നുള്ള ആ ഒരു നമ്പറിംഗ് മാത്രമേ മാറുന്നുള്ളൂ.
അപ്പൊ ഇതിന്റെ പേര് നമുക്ക് എങ്ങനെ എഴുതാം? ബ്യൂട്ട് എന്ന പദമൂലമാണ് ഉപയോഗിക്കുന്നത്. ബ്യൂട്ട് എന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ത്രിബന്ധനം ഏതേത് കാർബണിന്റെ ഇടയിലാണ്. അപ്പോ ഏത് കാർബണിന്റെ ഇടയിലാണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും. അപ്പോ ഏറ്റവും ചെറിയ നമ്പറായ 1 ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവസാന വാക്കായ ഐനും കൂടി ഇട്ട് കൊടുക്കുക. ബ്യൂട്ട് 1 ഐൻ എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, ഇനി നമുക്ക് 5 കാർബൺ ആറ്റങ്ങളുള്ള ആൽക്കേനിന്റെ കാര്യം നോക്കാം. അപ്പോൾ 1, 2, 3, 4, 5 കാർബൺ എഴുതി കൊടുക്കുക. ഓരോ കാർബണിനും ഇടയിലായി ഏകബന്ധനം കൊടുക്കുക. എന്നിട്ട് കാർബണിന്റെ ബാക്കി ഉള്ള സംയോജകത പൂർത്തീകരിക്കുക. അപ്പോൾ അറ്റത്തുള്ള 2 കാർബണിനാണെങ്കിലും ഓരോ സംയോജകതയെ പൂർത്തീകരിച്ചിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ 3 ഹൈഡ്രജൻ ഇട്ടുകൊടുത്ത് ബാക്കി സംയോജകത പൂർത്തീകരിക്കുക. ഇനി നടുവിലുള്ള കാർബണുകൾക്ക് ഈ 2 ഹൈഡ്രജൻ വീതം ഇട്ടുകൊടുത്ത് അവയുടെ സംയോജകതയും പൂർത്തീകരിക്കുക. ഇനി ഘടന എഴുതി കഴിഞ്ഞാൽ രാസസൂത്രം എഴുതുകയാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ CH എഴുതിയതിനു ശേഷം എത്ര കാർബണുകൾ ഉണ്ട് എന്ന് നോക്കുക. 5 കാർബണുകൾ. എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്ന് നോക്കുക. 3 3 6, 6 3 9, 9 3 12. അപ്പോ Hന്റെ അടുത്തായിട്ട് 12 എന്ന് എഴുതുക. C5H2 എന്നുള്ളതാണ് രാസസൂത്രം. അപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിന്റെ പേര് എഴുതുക. പദമൂലം 5 എന്ന സംഖ്യക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് പെന്റ് ആണ്. അതുകൊണ്ട് തന്നെ പദമൂലം പ്ലസ് 8 അല്ലെ, പെന്റ് പ്ലസ് 8 എന്ന് പറയുമ്പോൾ പെന്റെയിൻ, പെന്റെയിൻ എന്നാണ് 5 കാർബൺ ആറ്റങ്ങളുള്ള ആൽക്കെയിനിന്റെ പേര്. ഇനി 5 കാർബൺ ആറ്റമുള്ള ആൽക്കീനിന്റെ കാര്യം നമുക്ക് നോക്കാം. 1 2 വേറൊരു കളറിംഗ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഹൈഡ്രജൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ 1 2 3 4 5 കാർബണുകൾ എഴുതുക. ഇനി നമുക്കറിയാം ആൽക്കീനിന്റെ കേസിലാവുമ്പോൾ 5 കാർബൺ ആറ്റങ്ങളുള്ള 2 ആൽക്കീനുകൾ നമുക്ക് കിട്ടും. കാരണം ദ്വിബന്ധനത്തിന്റെ പൊസിഷൻ മാറുമല്ലോ, നേരത്തെ ബ്യൂട്ടീന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഒരു കേസിൽ നമുക്ക് ഏറ്റവും അറ്റത്തുള്ള കാർബണുകൾ തമ്മിൽ ദ്വിബന്ധനം ഇട്ട് കൊടുക്കാം. മറ്റൊരു കേസിൽ നമുക്ക് നടുവിലുള്ള കാർബണുകൾ തമ്മിൽ ദ്വിബന്ധനം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ബാക്കിയുള്ള കാർബണുകൾക്കൊക്കെ ഇടയിൽ ഏകബന്ധനം ഇട്ട് കൊടുക്കാം. ഇത്രയും ചെയ്തതിനു ശേഷം നമ്മൾ ഓരോ കാർബണിന്റെയും ബാക്കി സംയോജകത ഹൈഡ്രജൻ ഉപയോഗിച്ച് പൂരിപ്പിക്കുക. ഈ കാർബണിന് 3 ഹൈഡ്രജൻ കൂടി ചേർത്താലേ സംയോജകത പൂർത്തിയാവുള്ളൂ. ഈ കാർബണിനും ഈ 2 ഹൈഡ്രജൻ വീതം ചേർക്കുമ്പോൾ സംയോജകത പൂർത്തിയാവും. ഇനി ഈ ഒരു കാർബണിനെ ശ്രദ്ധിച്ച് ഇവിടെ 1 2 3 സംയോജകത ഓൾറെഡി പൂർത്തിയായ സ്ഥിതിക്ക് ഒരൊറ്റ ഹൈഡ്രജൻ ആറ്റമേ ആവശ്യമുള്ളൂ 4 എന്നുള്ള കാർബണിന്റെ സംയോജകത പൂർത്തിയാവാൻ. അതുപോലെ തന്നെ ഏറ്റവും അറ്റത്തുള്ള വിബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള കാർബണിന്റെ കേസിലാണെങ്കിൽ 2 സംയോജകത ഓൾറെഡി പൂർത്തിയായി. ഇനി ബാക്കി 2 സംയോജകത നമ്മൾ 2 ഹൈഡ്രജനെ കൊടുത്തുകൊണ്ട് പൂർത്തീകരിക്കുക. ഇനി ഇതിന്റെ രാസസൂത്രം എഴുതുന്ന സമയത്ത് C5 തന്നെയാണ്. H എത്രയാണെന്നുണ്ട് നോക്കിയേ. 3 2 5 2 7 1 8 2 10. അപ്പോ C5H10. അതേപോലെ ഇതിന്റെ പേര് എങ്ങനെയാണ് എഴുതുക? പദമൂലം പ്ലസ് ഇ. പദമൂലം പെന്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? പെന്റ്, അതിനുശേഷം ഹൈഫൺ ഇടുക. അതിനുശേഷം ഏതൊക്കെ കാർബണിന്റെ ഇടയിലാണ് ഈ വിബന്ധനം വന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ നമ്പറിങ് ചെയ്യണം. കാർബണുകൾക്ക് നമ്പറിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചെറിയ നമ്പർ ആയിരിക്കണം വിബന്ധനത്തിന് ഇരുവശത്തുമായിട്ടുള്ള ആറ്റങ്ങൾക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ ആ വിധം കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ബാക്ക്വേർഡ് ആയിട്ടാണ് നമ്പറിങ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഒന്നാമത്തെ കാർബണും വിബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പേര് എഴുതുമ്പോൾ പെന്റ് 1 E എന്ന് എഴുതാൻ സാധിക്കും. 1 എന്നുള്ളത് വിബന്ധനത്തിന്റെ സ്ഥാനത്തെ അല്ലെങ്കിൽ പൊസിഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആൽക്കീനെ നോക്കാം. രണ്ടാമത്തെ ആൽക്കീന്റെ കേസിൽ എങ്ങനെയാണ്? ഈ അറ്റത്തുള്ള കാർബണിനെ സംബന്ധിച്ച് ഒരു രാസബന്ധനം അല്ലെങ്കിൽ ഒരു സംയോജകത ഓൾറെഡി പൂർത്തിയായിരുന്നു. അപ്പൊ ബാക്കി 3 സംയോജകത 3 ഹൈഡ്രജൻ വെച്ച് നമ്മൾ പൂർത്തീകരിക്കുക. രണ്ടാമത്തെ കാർബണിനാണെങ്കിൽ 2 സംയോജകത ഓൾറെഡി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ബാക്കി 2 സംയോജകത കൂടി ഹൈഡ്രജൻ വെച്ച് നമ്മൾ പൂർത്തീകരിക്കുക. ഇനി മൂന്നാമത്തെ കാർബണിന് 1 2 3 4ൽ 3 സംയോജകത ഓൾറെഡി പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹൈഡ്രജൻ വെച്ചാൽ തന്നെ ഇതിന്റെ സംയോജകത പൂർത്തിയായിക്കോളും. അതേപോലെ തന്നെ അടുത്തതിനും 3 ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് ഒരൊറ്റ ഹൈഡ്രജൻ ഇട്ട് ഫൈനൽ 4ാമത്തെ
സംയോജകത പൂർത്തീകരിക്കുക. ഇനി ഏറ്റവും അറ്റത്തുള്ള ഈ കാർബൺ ആണെങ്കിൽ ഒരൊറ്റ സംയോജകതയെ പൂർത്തീകരിച്ചിട്ടുള്ളൂ. അപ്പൊ ഇനിയും 3 ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്താൽ മാത്രമേ ഇതിന്റെ സംയോജകത പൂർത്തിയാക്കുകയുള്ളൂ. ഇനി നമുക്ക് ഘടന വരച്ച സ്ഥിതിക്ക് ഇതിന്റെ ഒരു സൂത്രം നോക്കാം. CH കാർബണിന്റെ എണ്ണം 5 ഹൈഡ്രജന്റെ എണ്ണം എത്ര തന്നെയായിരിക്കും നമ്മൾ എണ്ണ നോക്കുക പോലും വേണ്ട. കാരണം ഐസോമറുകളാണ് ഇവ. പൊസിഷണൽ ഐസോമേഴ്സ് എന്ന് പറയും. കാരണം ഈ എന്തേ വ്യത്യാസമുള്ളൂ, കാർബണിന്റെയും ഹൈഡ്രജന്റെയും എണ്ണത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവാൻ പോകുന്നില്ല. മറിച്ച് ഈ ദ്വിബന്ധനത്തിന്റെ സ്ഥാനത്തിൽ മാത്രമാണ് വ്യത്യാസം. അപ്പൊ ഈ ദ്വിബന്ധനത്തിന്റെ സ്ഥാനത്തിന് വ്യത്യാസം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്പറിംഗ് ഇട്ട് കൊടുക്കേണ്ടത് നോക്കിയേ. നമ്മൾ പൊതുവെ ഇട്ട് കൊടുക്കുന്ന പോലെ 1, 2, 3, 4, 5 ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇട്ട് കൊടുക്കും? 1, 2, 3, 4, 5. ഏതാണ് ശരി? അപ്പോ ഏത് കേസിലാണ് ഏറ്റവും ചെറിയ സംഖ്യ ദ്വിബന്ധനത്തിൽ ഏർപ്പെടുന്ന കാർബണുകൾക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം. ഈ കേസിലാണെങ്കിൽ 3 അല്ലെ. ഇനി മഞ്ഞയിൽ എഴുതിയിട്ടുള്ള കേസിലാണെങ്കിൽ എന്താണ്? 2. അപ്പോ 3നേക്കാളും ചെറുതല്ലേ 2? അപ്പോ അതിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും പേര്? പെന്റ് എത്ര പൊസിഷൻ? 2. പെന്റ് 2 E. ഓക്കെ അല്ലേ? ഇനി അവസാനത്തെ നമുക്ക് ആൽക്കൈൻ ഫാമിലിനെ കുറിച്ചിട്ടാണ് എഴുതാനുള്ളത് അല്ലെ. ആൽക്കൈൻ ഫാമിലിനെ കുറിച്ചിട്ട് എഴുതുമ്പോൾ അവിടെ നമുക്ക് വീണ്ടും വേറെ മഷിത്തന്നെ ഉപയോഗിക്കാം. ഇവിടെ 1, 2, 3, 4, 5. അപ്പം ഒന്നുകിൽ നമുക്ക് ഏറ്റവും അറ്റത്തുള്ള കാർബണാറ്റങ്ങളുടെ നടുക്കായിട്ട് ത്രിബന്ധനം ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നടുക്കുള്ളവ അല്ലെ, നടുക്കുള്ളവയ്ക്ക് ത്രിബന്ധനം ഇട്ട് കൊടുക്കാം. 1, 2, 3, 4, 5. ഇനി ബാക്കി എല്ലാ കാർബണുകൾക്കും ഇടയിൽ ഏകബന്ധനം. ഓക്കെ, അത് മറന്നുപോയത്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ സംയോജകത പൂർത്തീകരിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ അതിന് മുന്നേ നമുക്ക് നമ്പറിംഗ് ഇട്ടാലോ? നമ്പറിംഗ് എങ്ങനെ ഇടേണ്ടതെന്ന് പറഞ്ഞു. ഏറ്റവും ചെറിയ നമ്പറാണ് ഈ ത്രിബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള കാർബണുകൾക്ക് ലഭിക്കേണ്ടത്. അപ്പം ഈ കേസിലാകുമ്പോൾ എങ്ങനെയായിരിക്കും? 1, 2, 3, 4, 5 ഈ ഒരു ഓർഡറിലാണ് നമ്പർ ഇടേണ്ടത്. ഇനി നമുക്ക് സംയോജകത പൂർത്തീകരിച്ചു കൊടുക്കാം അല്ലെ. അപ്പം ഈ ഒരു കാർബണിനെ സംബന്ധിച്ച് 1, 2, 3 സംയോജകത ഓൾറെഡി പൂർത്തിയായി. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു സംയോജകത ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു കാർബണിനെ സംബന്ധിച്ച് 2 ഹൈഡ്രജൻ ഇട്ട് കൊടുത്താൽ സംയോജകത പൂർത്തിയായി. ഈ ഒരു കാർബണിനെ സംബന്ധിച്ചും അതെ 2 ഹൈഡ്രജൻ ഇട്ട് കൊടുത്താൽ, കാരണം ഓൾറെഡി 2 ഭാഗത്തായിട്ട് രണ്ട് സംയോജകത പൂർത്തിയായിട്ടുണ്ടായിരുന്നു ഔട്ട് ഓഫ് 4 അല്ലെ. ഇനി ഏറ്റവും അറ്റത്തുള്ള ആൾക്ക് നമ്മൾ എത്ര എണ്ണം ഇട്ട് കൊടുക്കണം? 3 ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നോക്കിയേ എത്രയാണ് ഇതിന്റെ രാസസൂത്രം വരുന്നത്? 5 കാർബൺ ആണ്, അതിൽ മാറ്റമില്ല. ഹൈഡ്രജന്റെ എണ്ണോ? ഹൈഡ്രജന്റെ എണ്ണം 3ഉം 2ഉം 5ഉം 2ഉം 7ഉം 1ഉം 8 അല്ലെ. സോ C5H8. പേരെങ്ങനെ ഇടും? പദമൂലം ഹൈഫൺ പൊസിഷൻ ഹൈഫൺ I അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. പെന്റ് 1I റൈറ്റ്. ഓക്കെ, അതുപോലെ അടുത്ത 5 കാർബണുള്ള ആൽക്കൈനിന്റെ കാര്യം നോക്കിക്കേ. നമ്മൾ എങ്ങനെയാണ് ഇടേണ്ടത്? നമ്പറിങ് ഓക്കെ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇനി ഹൈഡ്രജൻ ഇട്ട് കൊടുക്കാം. ഏറ്റവും അറ്റത്തുള്ള ആൾക്ക് 3 ഹൈഡ്രജൻ ചേർന്നാലേ സംയോജകത വരുള്ളൂ. ഇനി ഇയാൾക്കോ ഓൾറെഡി 3ഉം 1ഉം 4 ഇത് സാച്ചുറേറ്റഡ് ആയി. അതായത് ഇതിന് ഇനി ഒരു ഹൈഡ്രജന്റെയും ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് 3ാമത്തെ കാർബൺ. ഇതിനും ഇനി ഒരു ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി കേസ് നോക്കിയേ 2 സംയോജകത കഴിഞ്ഞു. അപ്പൊ ബാക്കി 2 സംയോജകത പൂർത്തീകരിക്കാൻ 2 ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി 5ാമത്തെ കാർബണിന്റെ കേസിൽ ആകെ ഒരു സംയോജകതയെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക. ഇനി ഇതിന്റെ രാസസൂത്രം നോക്കാം. അതെന്ത് തന്നെയായിരിക്കും? C5H8 തന്നെയായിരിക്കും. ഇനി അതിന്റെ പേര് നോക്കാം. പേര് എങ്ങനെയായിരിക്കും? പെന്റ് ഹൈഫൺ എന്താണ് ഇതിന്റെ ത്രിബന്ധനത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്? 2. പെന്റ് 2I. ഓക്കെ അല്ലേ? 6 കാർബണുള്ള ഹൈഡ്രോ കാർബണുകളുടെ കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടോപ്പിക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ 6 കാർബണുകളുള്ള ആൽക്കെയിൻ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. 1, 2, 3, 4, 5, 6 എല്ലാ കാർബണുകളുടെയും ഇടയിലായിട്ട് ഏകബന്ധനം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഹൈഡ്രജൻ ആറ്റങ്ങൾ വെച്ച് സംയോജകത പൂർത്തീകരിക്കുക. നടുവിലുള്ള ഓരോ കാർബണിനും ഈ 2 എണ്ണവും ഏറ്റവും അറ്റത്തുള്ളവയ്ക്ക് 3 ഹൈഡ്രജനും കൊടുത്ത് സംയോജകത പൂർത്തീകരിച്ചു. ഇനി നമ്മൾ രാസസൂത്രം എഴുതും. സിയുടെ അവിടെ 6 എന്ന് എഴുതുക, കാരണം 6 കാർബണുകളാണ് ഉള്ളത്. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? ടോട്ടൽ ഹൈഡ്രജന്റെ എണ്ണം എന്ന് പറയുന്നത് അറ്റങ്ങളിൽ 3, 3, 6.
പിന്നെ നടുവില് 4 സ്ഥലങ്ങളിൽ ഈ 2 ഹൈഡ്രജൻ വീതം. അപ്പോൾ 6ഉം 8ഉം എത്ര വരും? 14 അല്ലേ? അപ്പോൾ 14 ഹൈഡ്രജൻ C6H14 ആണ് രാസസൂത്രം. ഇനി ഇതിന്റെ പേര് നോക്കാം. പേര് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് പദമൂലം പ്ലസ് 8 എന്നുള്ളതാണ് നാമകരണ രീതി. അപ്പോൾ പദമൂലം 6ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഹെക്സ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഹെക്സ് പ്ലസ് 8 അഥവാ ഹെക്സേൻ. ഇതാണ് പേര്. ഇനി നമുക്ക് 6 കാർബണുള്ള ആൽക്കീനിന്റെ കാര്യം നോക്കാം. 1 2 3 4 5 6 അല്ലേ? ഇനി നമുക്ക് അറ്റത്തുള്ള കാർബണുകൾക്കിടയിലായിട്ട് ദ്വിബന്ധനം ഇട്ട് കൊടുക്കാം. ബാക്കി കാർബണുകൾക്കിടയിലൊക്കെ ഏകബന്ധനം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിയ ഈ കാർബണിന് ഓൾറെഡി 2 സംയോജകത പൂർത്തിയായി കഴിഞ്ഞു. അപ്പൊ 4ൽ 2 പോയാൽ ഇനി 2ആണ് ബാക്കി വരുന്നത്. അപ്പോൾ 2 ഹൈഡ്രജൻ ഇട്ട് ആ സംയോജകത പൂർത്തീകരിക്കുക. ഇനി ഈ രണ്ടാമത്തെ കാർബണിനാണെങ്കിലോ 1 2 3 സംയോജകത ഓൾറെഡി പൂർത്തിയായത് കൊണ്ട് തന്നെ നമ്മൾ ഒരൊറ്റ ഹൈഡ്രജനും കൂടി അറ്റാച്ച് ചെയ്താൽ മതിയാവും. ഇനിയുള്ള കാർബണിന് 2 സംയോജകതയെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ എഴുതി സംയോജകത പൂർത്തീകരിക്കുക. ഈ കാർബണിനും അങ്ങനെ തന്നെ, ഈ കാർബണിനും അങ്ങനെ തന്നെ. ഇനി ഏറ്റവും അറ്റത്തുള്ള കാർബണിന് 3 ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തുകൊണ്ട് അതിന്റെ സംയോജകതയും പൂർത്തീകരിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് രാസസൂത്രം എഴുതുക എന്നുള്ളതാണ്. CH എന്ന് എഴുതി. കാർബണിന്റെ എണ്ണം 6 ആണെന്ന് നമുക്കറിയാം. ഹൈഡ്രജന്റെ എണ്ണം എത്രയുണ്ട്? 3ഉം 2ഉം 5ഉം 2ഉം 7ഉം 2ഉം 9ഉം 1ഉം 10ഉം 2ഉം 12 അല്ലേ? അപ്പം C6H12. ഇനിയോ അതിന്റെ പേര് നമ്മൾ എഴുതണം. പദമൂലം പ്ലസ് ഈൻ, അതായത് ഹെക്സ്. പിന്നെ ആൽക്കീനിന്റെ കേസ് ആയതുകൊണ്ട് ഹൈഫൺ. ഏതാണ് പൊസിഷൻ? നമ്പറിങ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? ദ്വിബന്ധനത്തിന് ഏറ്റവും ചെറിയ സംഖ്യ കിട്ടണ്ടേ? 1 2 3 4 5 6 ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ദ്വിബന്ധനം ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബൺ ആറ്റങ്ങളുടെ നടുവിലായതിനാൽ നമ്മൾ ഹെക്സ് 1 പിന്നെ ഈ ഇങ്ങനെയാണ് പേര് കൊടുക്കുക. ഓക്കെ. ഇനി ആൽക്കീന് ദ്വിബന്ധനത്തിലെ സ്ഥാനം മാറ്റിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 1 2 3 4 5 6 അല്ലെ? ഇതില് ദ്വിബന്ധനം നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്പറിങ് എങ്ങനെയായിരിക്കും? 1 2 3 4 5 6 ഇങ്ങനെ നമുക്ക് നമ്പർ ഇടാം. ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് നമ്പർ ഇടാം അല്ലെ? അതിൽ ഏത് നമ്പറിംഗ് ആണ് ശരി? ഈ നമ്പറിംഗ് ആണ് ശരി. കാരണം ഇങ്ങനത്തെ ഈ കേസിൽ 2ന്റെയും 3ന്റെയും നടുവിലായിട്ടാണ് ദ്വിബന്ധനം വരുന്നത്. മോളിലിട്ട നമ്പറിംഗ് പോലെയാണെങ്കിൽ 4ന്റെയും 5ന്റെയും ഇടയിലായിരിക്കും ദ്വിബന്ധനം വരിക. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? താഴെ എഴുതിയിട്ടുള്ളതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി ബാക്കി സംയോജകതകൾ നമ്മൾ ഹൈഡ്രജൻ വെച്ച് പൂരിപ്പിക്കും. അപ്പോൾ എവിടെയാണ്? ഈ അറ്റത്തുള്ള 2 കാർബണിന് 3 ഹൈഡ്രജൻ വീതം ഇട്ട് കൊടുത്തു. ഈ കാർബണിന് 2 ഹൈഡ്രജൻ, ഈ കാർബണിനും 2 ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തു. ഈ കാർബണിന് എത്ര ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യാൻ പറ്റും? ഓൾറെഡി 1 2 3 സംയോജകത പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 4മത്തത് സംയോജകത പൂർത്തീകരിക്കാൻ ഒരൊറ്റ ഹൈഡ്രജനും കൂടി അറ്റാച്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെയാണ് ഈ കാർബണിന്റെ കാര്യം. ഇവിടെ ഒരൊറ്റ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്താൽ അതിന്റെ സംയോജകത പൂർത്തിയായി. ഇനി നമുക്ക് രാസസൂത്രം നോക്കേണ്ട ആവശ്യമില്ല. എന്ത് തന്നെയായിരിക്കും? C6H12 തന്നെയായിരിക്കും. പേര് എങ്ങനെയായിരിക്കും എഴുതേണ്ടത്? ഹെക്സ് എന്ന് എഴുതുക ആദ്യം. അതിനുശേഷം ഹൈഫൺ ഇട്ട് കൊടുക്കുക. ഈ ദ്വിബന്ധനത്തിന്റെ സ്ഥാനം എവിടെയാണ്? 2 ഹെക്സ് 2. എന്നിട്ട് ഈ അവസാന വാക്കായിട്ടുള്ള ഈൻ ഇട്ട് കൊടുക്കുക. ഹെക്സ് 2 ഈൻ എന്നാണ് ഈ ഒരു ആൽക്കീനിന്റെ പേര്. ഇനി അടുത്തത് ആൽക്കൈൻ അല്ലെ? അപ്പൊ ഇവിടെയും 1 2 3 4 5 6 കാർബണുകൾ ഇട്ട് കൊടുക്കുക. അതില് ഏറ്റവും അറ്റത്തുള്ളതിന് ത്രിബന്ധനം ഇട്ട് കൊടുക്കുക. ബാക്കി എല്ലാ കാർബണുകൾക്കും ഇടയിൽ ഏകബന്ധനം മാത്രം. ഇനി ഇതിന്റെ നമ്പറിംഗ് കൂടി നമുക്ക് ആദ്യം തന്നെ ചെയ്തേക്കാം. അപ്പോൾ ആൽക്കീനിന് 3 തരത്തിലുള്ള പൊസിഷനിൽ ഐസോമർ ഉണ്ട്. ഇത് ഹെക്സ് 1ന്റെയും ഹെക്സ് 2ന്റെയും കാര്യം ഞാൻ ഓൾറെഡി വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തതാണ് ഹെക്സ് 3E. അപ്പോൾ ഹെക്സ് 3ന്റെ സ്പെഷ്യാലിറ്റി എന്താ? എവിടെയാണ് ദ്വിബന്ധനം വരുന്നത്? 3ാമത്തെയും 4ാമത്തെയും കാർബൺ ആറ്റങ്ങൾക്കിടയിൽ. അതുകൊണ്ട് തന്നെ ഹെക്സ് എന്നുള്ള പദമൂലം, പിന്നെ ഹൈഫൺ, പിന്നെ ദ്വിബന്ധനത്തിന്റെ പൊസിഷൻ നോക്കുമ്പോൾ 3നും 4നും അടക്കാണ്. അപ്പൊ 3നും 4നും വെച്ച് ചെറിയ സംഖ്യ 3 ആയതുകൊണ്ട് ആ 3 എന്നുള്ളത് ഇവിടെ എഴുതുക. പിന്നെയും ഹൈഫൺ, പിന്നെ ഈൻ എന്നുള്ള സഫിക്സ്. അപ്പോൾ ഈ 3 ഹൈഡ്രോ കാർബണുകളാണ് 6 കാർബൺ അടങ്ങിയിട്ട് ഉള്ളത്. ഈ 3 ആൽക്കീനുകളാണ് 6 കാർബൺ അടങ്ങിയിട്ടുള്ളത് പെടുന്നത്.
Hex1 Hex2 പിന്നെ Hex3. അതേപോലെ തന്നെയാണ് ആൽക്കൈനിന്റെ കേസിലും ത്രിബന്ധനത്തിന്റെ സ്ഥാനസംഖ്യ മാറുന്നതിനനുസരിച്ച് അവയുടെ പേരും മാറും അല്ലെ. അപ്പോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിന്റെ പേരാണ് ഹെക്സ്. പൊസിഷൻ നോക്കുക, ത്രിബന്ധനത്തിന് ഒന്നാമത്തെ കാർബണിലല്ലേ, അപ്പൊ Hex1 I. അതുപോലെ തന്നെ ഈ കേസിൽ എങ്ങനെയാണ്? ഹെക്സ് 1 2 കാർബൺ നമ്പർ ഇടുമ്പോൾ 1 2 3 4 5 6 ഇങ്ങനെയാണ് നമ്പറിങ് പോവുക. അപ്പോൾ ഹെക്സ് 2 I. അതുപോലെ തന്നെ ഈ ഒരു ഘടന നോക്കിയേ, ഇതിലെങ്ങനെ നമുക്ക് 2 വശത്ത് നമ്പർ ഇട്ടാലും 3 എന്നുള്ള സംഖ്യ തന്നെയാണ് കിട്ടുക അല്ലെ. അപ്പൊ 1 2 3 4 5 6 അല്ലെ. അപ്പോ നമ്മൾ എന്ത് എഴുതും? ഇവിടെ പേര് ഹെക്സ് -1 3 I. അപ്പോ 6 കാർബൺ അടങ്ങിയ ആൽക്കൈനിന്റെയും ആൽക്കൈനിന്റെയും കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതോടെ നമ്മൾ ആ ഒരു പോർഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ പേജിൽ കൊടുത്തിട്ടുള്ള പട്ടിക ഏതിൻ്റെതായിരിക്കും എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആൽക്കൈനുകളുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പട്ടികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ ആൽക്കൈൻ 3 തരം ഹൈഡ്രോ കാർബണുകൾക്കും കൂടി ഒരു സിംഗിൾ പട്ടികയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ആൽക്കൈനിന്റെ മാത്രമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആൽക്കൈനിന്റെ ഘടനാവാക്യവും പിന്നെ രാസസൂത്രവും പദമൂലവും ആൽക്കൈനിന്റെ പേര് അവസാനിക്കേണ്ട വാക്കും അതുപോലെ തന്നെ എത്ര കാർബൺ അടങ്ങുന്ന ആൽക്കൈൻ ആണ് എന്നുള്ളതും എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു പട്ടികയാണ്. അപ്പൊ ഈ പട്ടിക എഴുതാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇനി ഒരു കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. എല്ലാ ആൽക്കൈനുകളെയും റെപ്രസെന്റ് ചെയ്യാം. എല്ലാ ആൽക്കൈനുകളെയും പ്രതിനിധീകരിക്കാനുള്ള ഒരു സമവാക്യമാണ് പൊതു സമവാക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അടുത്തടുത്തുള്ള ആൽക്കൈൻ കുടുംബാംഗങ്ങളെ ഒന്ന് നോക്കിയാലോ, അവയുടെ രാസസൂത്രം ഒന്ന് നോക്കിയാലോ. അപ്പോൾ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ മെയിൻലി ഇവിടെ നോക്കേണ്ടത്. അപ്പോ കാർബൺ 2 ആണ് ഈഥെയിനിലുള്ളത് അല്ലെ. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 6 ഉണ്ട്. അപ്പൊ ഈ 2ഉം 6ഉം തമ്മിലുള്ള ബന്ധം എന്താ? 2 എന്ന സംഖ്യയുടെ ഇരട്ടി, അതായത് 4 വരും. അപ്പൊ 4 + 2 കൂട്ടിയാലാണ് 6 എന്ന് കിട്ടുന്നത് അല്ലെ. അതുപോലെ തന്നെ ഈ പ്രൊപ്പൈന്റെ കേസിലാണെങ്കിൽ കാർബൺ 3 ഉണ്ട്. അപ്പൊ 3ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 6. 6നോടും 2 കൂട്ടിയാലാണ് എന്ത് കിട്ടുക? 8 എന്ന സംഖ്യ ഇവിടെ ഹൈഡ്രജന്റെ എണ്ണമായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ 4 കാർബണുള്ള ബ്യൂട്ടൈനിലാണെങ്കിൽ 4ന്റെ ഇരട്ടി 8, 8ന്ന് 2 കൂട്ടിയാൽ നമുക്ക് 10 കിട്ടും. ആ 10 അല്ലേ ഇവിടെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണമായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ, അടുത്തടുത്ത കുടുംബാംഗങ്ങളെ ഒബ്സർവ് ചെയ്യുമ്പോൾ അവയുടെ രാസസൂത്രം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് ഒരു പൊതു സമവാക്യം കൊണ്ട് ആൽക്കൈനിനെ പ്രതിനിധാനം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. ആ പൊതു സമവാക്യം എന്താ? CnH2n + 2. ഓക്കെ, അവിടെ N എന്നുള്ളത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരാം. ടെക്സ്റ്റ് ബുക്കിലെ പരിശീലന ചോദ്യങ്ങളില് 5, 6 ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ചുവടെ തന്നിട്ടുള്ളവയിൽ ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്നിങ്ങനെ വർഗീകരണം നടത്തുക എന്നുള്ളത്. അപ്പൊ അതിലെ ഒരു 2 എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. C2H6 C4H10. അപ്പോൾ ഈ സംയുക്തങ്ങളുടെ രാസസൂത്രം വെച്ച് ഇവ ആൽക്കൈൻ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ആൽക്കൈനിന്റെ എന്താണ് നമ്മൾ പൊതുസമവാക്യം വരുന്നത്? CnH2n + 2 എന്നുള്ളതാണ് പൊതുസമവാക്യം. അപ്പോൾ ഈ പൊതുസമവാക്യം സാറ്റിസ്ഫൈ ചെയ്താലും നമുക്ക് ഒരു സംയുക്തത്തിനെ ആൽക്കൈൻ ആയിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ Cn സ്ഥാനത്ത് എന്താണ് 2 ഇട്ട് കൊടുക്കുക. കാരണം എത്ര കാർബൺ ഉണ്ട് എന്നുള്ളതാണ് N-ന്റെ അർത്ഥം. അപ്പോൾ 2 ഇട്ട് കൊടുത്തു. ഇനി H2 വീണ്ടും N. അപ്പൊ ഇവിടെ എന്ത് തന്നെ ഇട്ട് കൊടുക്കണം? 2 എന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് +2, അതായത് C2 H2 × 2 4 +2 എത്രയാ അപ്പൊ ഫൈനലി വരിക? C2H6. അപ്പൊ C2H6 എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? CnH2n + 2 എന്നുള്ള പൊതുസമവാക്യം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആൽക്കൈൻ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇനി അതുപോലെ തന്നെയാണ് C4H10. ഇവിടെ
N എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർബൺ അല്ലേ, അതായത് 4. ഇനി ഈ ഒരു പൊതു സമവാക്യത്തില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എന്നിന്റെ സ്ഥാനത്ത് 4. അപ്പോൾ C4 H എന്താണ് 2 ഓൾറെഡി ഉള്ള 2, പിന്നെ എന്നിന്റെ സ്ഥാനത്ത് 4 ഇട്ട് കൊടുക്കുക +2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? C4H8 + 2 അഥവാ C4H10. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതും എന്ത് തന്നെയാണ്? ആൽക്കെയിൻ ആണ്. കാരണം ഇതും CnH2n+2 റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. ഇനിയോ വേറൊരു തരത്തിൽ അവർക്ക് ചോദിക്കാം, അതായത് 6ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചതുപോലെ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പൂരിത ഹൈഡ്രോ കാർബണുകളെ തിരിച്ചറിയുക. അപ്പോൾ C2H6 ഒരു പൂരിത ഹൈഡ്രോ കാർബൺ ആണോ അപൂരിതമാണോ? പൂരിത ഹൈഡ്രോ കാർബൺ എന്ന് വെച്ചാൽ ആൽക്കെയിൻ, അപൂരിതം എന്ന് വെച്ചാൽ ആൽക്കീനുകളോ ആൽക്കൈനുകളോ ആവാം. ആൽക്കൈനുകളോ ആവാം. അപ്പോൾ നമ്മളിപ്പോ കണ്ടുപിടിച്ചതേ ഉള്ളൂ അല്ലെ, C2H6 എന്ന് പറയുന്നത് ആൽക്കെയിൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് പൂരിതം എന്നുള്ളത് ആണ് ടിക്കറ്റ് കൊടുക്കേണ്ടത്. ബാക്കി തെറ്റാണ്. അപൂരിതമോ ആൽക്കീനോ ആൽക്കൈനോ ഒന്നുമല്ല. C2H6 പൂരിത ഹൈഡ്രോ കാർബൺ ആണ്, ആൽക്കെയിൻ ആണ്. അതുപോലെ C3H8 ആണെങ്കിൽ C3H8 ഇത് ഇവിടെയും എന്താണ് CnH2n+2 റൂള് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക. C എന്നിന്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക, H2 എന്നിന്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക +2, അതായത് C3H6 + 2 അതായത് C3H8. അപ്പോ ഇവിടെയും എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? CnH2n+2 റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ആൽക്കെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പൂരിത ഹൈഡ്രോ കാർബൺ കൂടിയാണ്. ഈ ഒരു സ്ലൈഡിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഹോമോലോഗസ് സീരീസ് എന്ന കോൺസെപ്റ്റ് ആണ്. എന്താണ് ഹോമോലോഗസ് സീരീസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അടുത്തടുത്തുള്ള 2 കുടുംബാംഗങ്ങൾ തമ്മിലുള്ള എന്താണ് പൊതുവായിട്ട് ഡിഫറൻസ് എന്ന് മനസ്സിലാക്കിയാൽ മതി ഘടനയിൽ. അപ്പോൾ ആദ്യത്തെ മെമ്പറിനെ നമ്മൾ കൺസിഡർ ചെയ്യാണ് മീഥെയിൻ, രണ്ടാമത്തത് ഈഥെയിൻ. അപ്പൊ മീഥെയിൻ ഈഥെയിൻ കമ്പാരിസണില് നമുക്ക് മനസ്സിലാക്കാം ഈ 3 എണ്ണം ഈഥെയിനിലുണ്ട് അല്ലെ. ഈ ഒരു ഹൈഡ്രജനും മീഥെയിനില് ഉണ്ട്. അപ്പൊ എന്താണ് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളത്? എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷൻ ആണ് അല്ലെ. ഈ ഒരു പോർഷൻ അഥവാ CH2 പോർഷൻ ആണ് മീഥെയിനെ അപേക്ഷിച്ച് ഈഥെയിന് അധികമായിട്ട് വന്നിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഈഥെയിനും പ്രൊപ്പൈനെയും കമ്പയർ ചെയ്താൽ, ഈഥെയിനെയും പ്രൊപ്പൈനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു CH3 പോർഷൻ ഇവിടെയുണ്ട്, ഇനി ഈ ഒരു CH3 പോർഷൻ ഇവിടെയുണ്ട്. അപ്പൊ ആക്ച്വലി എന്താണ് ഈഥെയിനും പ്രൊപ്പൈനും തമ്മിലുള്ള ഡിഫറൻസ്? പ്രൊപ്പൈനിന് അഡീഷണൽ ആയിട്ട് ഇവിടെ CH2 ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ബ്യൂട്ടൈനും കൂടി ഒന്ന് നോക്കിയേക്കാം. ബ്യൂട്ടൈൻ നോക്കുന്ന സമയത്ത് പ്രൊപ്പൈനെ അപേക്ഷിച്ച് 2 സൈഡിലും CH3 ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു CH2 ഉള്ളത് ഇതിൽ കോമൺ ആയിട്ടുണ്ട്. പിന്നെ എന്താണ് ഡിഫറൻസ്? ബ്യൂട്ടൈനിൽ എക്സ്ട്രാ ഒരു CH2 ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും 3 ശ്രേണികളിലും തൊട്ടടുത്ത അംഗങ്ങൾ തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരിക്കുക. അതായത് ആൽക്കൈന്റെ കേസിലാണെങ്കിലും ആൽക്കൈന്റെ കേസിലാണെങ്കിലും ആൽക്കൈനിന്റെ കേസിലാണെങ്കിലും തൊട്ടടുത്ത അംഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു CH2 ഗ്രൂപ്പ് ആണ്. അപ്പോൾ ഹോമോലോഗസ് സീരീസിന്റെ സവിശേഷതകൾ നിങ്ങളുടെ പേജ് 108 കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ സവിശേഷതകൾ? ഹോമോലോഗസ് സീരീസിനെ ഒരു പൊതു സമവാക്യം കൊണ്ട് പ്രതിനിധാനം ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ. ഏതാണ്? CnH2n+2 എന്നുള്ള ഫോർമുല അല്ലെങ്കിൽ പൊതു സമവാക്യം വെച്ച് അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം അല്ലെ, അതും നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. പിന്നെന്താണ് പിന്നത്തെ സവിശേഷത? രാസഗുണങ്ങളിൽ സാദൃശ്യവും ഭൗതിക ഗുണങ്ങളിൽ ക്രമമായ വ്യതിയാനം. അപ്പോൾ ഇത്രയുമാണ് ഹോമോലോഗസ് സീരീസിന്റെ സവിശേഷത എന്ന് പറയുന്നത്. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആൽക്കീനിന്റെ പട്ടികയാണ്. ആൽക്കീനിന്റെ എന്താണ് ഘടനാവാക്യവും രാസസൂത്രവും എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യവും പേരും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ആൽക്കീൻ ഫാമിലി മെമ്പേഴ്സിനെയും പരിചയപ്പെടാം. ആദ്യത്തെ മെമ്പർ എന്ന് പറയുന്നത് 2 കാർബണുള്ള ഈഥീൻ ആണ്. അപ്പോൾ ഈഥീനിന്റെ
ഫോർമുല എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാസസൂത്രം എന്ന് പറയുന്നത് C2H4 ആണ്. അതുപോലെ അടുത്ത മെമ്പർ ആയിട്ടുള്ള പ്രൊപ്പീനിന്റെ രാസസൂത്രം C3H6. തൊട്ടടുത്ത മെമ്പർ ആയിട്ടുള്ള 4 കാർബണുള്ള ബ്യൂട്ടീനിന്റെ രാസസൂത്രം C4H8. അപ്പൊ ഇതിന്റെ രാസസൂത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ക്ലിക്ക് ആയിട്ടുണ്ടാവും. എന്താണ് കാർബൺ ആറ്റവും ഹൈഡ്രജൻ ആറ്റവും തമ്മിലുള്ള എണ്ണത്തിന്റെ ഒരു എന്താണ് കോറിലേഷൻ എന്ന് പറയുന്നത്? കാർബൺ എത്രയുണ്ടോ അതിന്റെ ഇരട്ടിയാണ് നമുക്ക് ഒരു ആൽക്കീൻ സംയുക്തത്തിൽ ഹൈഡ്രജൻ കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ N എന്ന് നമ്മൾ ഇട്ട് കൊടുക്കാം കാർബണിന്റെ എണ്ണത്തെ. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ അതിന്റെ എക്സാക്ട് ഇരട്ടിയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇപ്പോ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്താ ചുവടെ തന്നിട്ടുള്ളവയിൽ ആൽക്കീനുകൾ ഏതാണെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്, C4H8, C3H6. അപ്പൊ ഇങ്ങനെ സംയുക്തത്തിന്റെ രാസസൂത്രം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ആൽക്കീൻ ആണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ എന്ത് നോക്കിയാൽ മതി? കാർബണിന്റെ എണ്ണവും ഹൈഡ്രജന്റെ എണ്ണവും നോക്കിയാൽ മതി. അപ്പൊ കാർബണിന്റെ എണ്ണം N=4 ആണ് ഈ കേസിൽ. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന്റെ എണ്ണം എത്രയായിരിക്കും? 2 × N, അതായത് 2 × 4 = 8 ആണ്. ഓക്കെ, അപ്പം CnH2n എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ C4H8 ഒരു ആൽക്കീൻ ആണ്. ആൽക്കീൻ ആണ്. അതുപോലെ C3H6 എന്ന രാസസൂത്രമുള്ള ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? N-ന്റെ വാല്യൂ ഇവിടെ എത്രയാണ് വരുന്നത് ആദ്യം നോക്കുക. അത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ എത്രയായിരിക്കണം? അതിന്റെ ഇരട്ടിയായിരിക്കണം, അതായത് 2 × 3 = 6. അപ്പോ അങ്ങനെ C3H6ഉം എന്താണ് ആൽക്കീനിന്റെ പൊതുസമവാക്യം ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൽക്കീൻ ആണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. C3H6ഉം ഒരു ആൽക്കീൻ ആണ്. C4H8ഉം ഒരു ആൽക്കീനിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ ഇനി ഹോമോലോഗസ് സീരീസ് ആണ് നോക്കുന്നതെങ്കിൽ അതും ഇവിടെ നോക്കിയേ. ഈഥീനില് CH2 ആണ്. ഇവിടെയും നമുക്ക് അത് കാണാൻ സാധിക്കും. പിന്നെ എക്സ്ട്രാ വരുന്നത് ആരാ? എക്സ്ട്രാ വരുന്നത് ഇത്രയും പോർഷൻ തന്നെ. അപ്പം CH2 തന്നെയാണ് ഇവിടെയും ഡിഫറൻസ്. ഇനി പ്രൊപ്പീനും ബ്യൂട്ടീനും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പോർഷൻ ഓൾറെഡി ഉണ്ട്? ഇത് ഓൾറെഡി ഉള്ള പോർഷൻ ആയിരുന്നു. പിന്നെ ഏതാ? ഇത്ര പോർഷൻ ഓൾറെഡി പ്രൊപ്പീനിലും ഉള്ളതാണ്. എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ള പോർഷൻ ഏത് മാത്രമാണ്? ഈ ഒരു പോർഷൻ മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെയും CH2 എന്ന് എഴുതുക. ഓക്കെ, ആദ്യത്തെ മെമ്പർ ആയിട്ടുള്ള ഈഥൈനിന്റെ രാസസൂത്രം C2H2 ആണ് ആൽക്കൈൻസിന്റെ കേസിൽ. രണ്ടാമത്തെ മെമ്പർ ആയിട്ടുള്ള 3 കാർബൺ അടങ്ങിയ പ്രൊപ്പൈനിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് C3H4 ആണ്. മൂന്നാമത്തെ മെമ്പർ ആയിട്ടുള്ള ബ്യൂട്ടൈനിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് C4H6 ആണ്. അപ്പൊ ഈ രാസസൂത്രങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാർബണും ഹൈഡ്രജൻ ആറ്റവും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ കേസുകളിൽ. അപ്പോൾ കാർബൺ N എണ്ണം ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ ആറ്റം എത്ര എണ്ണം ഉണ്ടാവും? N × 2 കുറക്കണം 2. ഓക്കെ, ഇതാണ് പൊതുസമവാക്യം ആരുടെ? ആൽക്കൈനിന്റെ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനില് C4H6 എന്ന പേരുള്ള ഒരു സംയുക്തമാണ് തന്നിട്ടുള്ളത് വിചാരിക്കുക. അപ്പൊ അത് ഈ CnH2n-2 എന്നുള്ള പൊതുസമവാക്യത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പൊ നമ്മൾ N-ന്റെ സ്ഥാനത്ത് 4 ഇട്ട് കൊടുക്കുക. അപ്പൊ C4H2 × N-2, അതായത് C4H8-2, അതായത് C4H6. അപ്പൊ C4H6 ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ആൽക്കൈന്റെ പൊതുസമവാക്യം എന്ന് പറയുന്നത് CnH2n-2 എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇത് എന്താണ്? പൂരിത ഹൈഡ്രോകാർബൺ ആണോ അല്ലേ എന്നുള്ളത്. ഇതെന്താണ്? പൂരിത ഹൈഡ്രോകാർബൺ അല്ല, അപൂരിത ഹൈഡ്രോകാർബണിൽ പെടുന്നതാണ്. കാരണം എന്താ? ഇതില് ത്രിബന്ധനമാണ് ഉള്ളത്. ഓക്കെ, വിഷ്ണു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു സമ്മറി പോലെ പറയാം. അപ്പൊ 3 തരം ഹൈഡ്രോകാർബൺ അല്ലേ ഉള്ളത്. ആദ്യത്തെ ടൈപ്പ് ആൽക്കീനുകൾ, രണ്ടാമത്തെ ടൈപ്പ് ആൽക്കീനുകൾ, മൂന്നാമത്തെ ടൈപ്പ് ആൽക്കൈനുകൾ. ആൽക്കൈനുകളിൽ ഏകബന്ധനം മാത്രമാണ് ഉണ്ടാവുക. ആൽക്കീനുകളിൽ ദ്വിബന്ധനവും
ആൽക്കൈനുകളിൽ ത്രിബന്ധനമാണ് കാണപ്പെടുന്നത്. ഇവയുടെ പൊതുസമവാക്യം എന്താ? നമ്മൾ പറഞ്ഞു അല്ലെ, ആൽക്കൈനിനാണെങ്കിൽ CnH2n+2 സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു സംയുക്തം ആൽക്കൈൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആൽക്കീനിനാണെങ്കിൽ പൊതുസമവാക്യം CnH2n ആണ്. അതുപോലെ ആൽക്കൈനിനാണെങ്കിൽ പൊതുസമവാക്യം എന്ന് പറയുന്നത് CnH2n-2 എന്നുള്ളതാണ്. ഇനി നാമകരണ രീതി എന്താണ്? പദമൂലം എന്ന് വെച്ചാൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് എന്നുള്ളത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് വാക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ പദമൂലം പ്ലസ് എന്താണ് എയിൻ എന്നുള്ളതാണ് നാമകരണ രീതി. ആൽക്കീനിന്റെ കേസിലാണെങ്കിലും പദമൂലം പ്ലസ് ഈൻ ആണ്. അതുപോലെ തന്നെ ആൽക്കൈനിന്റെ കേസിലാണെങ്കിലും പദമൂലം പ്ലസ് ഐ. അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സ്ലൈഡ് റിവിഷനൊക്കെ വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 106 കൊടുത്തിട്ടുള്ള 2 ആൽക്കീൻ സംയുക്തങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഈ സംയുക്തങ്ങളെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ സംയുക്തത്തിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? 1 2 3 4 5 അല്ലെ? അപ്പം 5 കാർബൺ ആറ്റങ്ങൾ ഉണ്ട്. അതേപോലെ രണ്ടാമത്തെ സംയുക്തത്തിൽ നോക്കുമ്പോൾ 1 2 3 4 5. ഇവിടെ എന്താണ്? ഇവിടെയും 5 കാർബൺ ആറ്റങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ആൽക്കീനും ഈ ആൽക്കീനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? അപ്പോൾ വ്യത്യാസം എന്തിലാണ് ഉള്ളതെന്ന് വെച്ചാൽ ആദ്യത്തെ ആൽക്കീൻ ഒരു സ്ട്രേറ്റ് ചെയിൻ ആൽക്കീൻ ആണ്. അതായത് ഒരു നീണ്ട ചങ്ങല പോലെയുള്ള ഘടനയുള്ള ആൽക്കീൻ ആണ്. എന്നാൽ രണ്ടാമത്തെ സംയുക്തമോ? രണ്ടാമത്തെ ആൽക്കീൻ എന്ന് പറയുന്നത് ശാഖകളുള്ള ആൽക്കീൻ ആണ്. ഓക്കെ, ശാഖകളുള്ള ആൽക്കീൻ ആണ്. അപ്പൊ ഈ ശാഖ ഇല്ലതും ഇല്ലാത്തതിനും ഇല്ലാത്തതും എങ്ങനെയാണ് അതിന്റെ നാമകരണത്തെ ബാധിക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സംയുക്തത്തിന് നമ്മൾ എങ്ങനെയാ നാമകരണം ചെയ്യുക? ജസ്റ്റ് പദമൂലം പ്ലസ് എയിൻ ഇട്ട് കൊടുത്താൽ മതി. പദമൂലം എവിടുന്ന് കിട്ടും? നമുക്ക് നമ്പർ ഓഫ് കാർബൺ കിട്ടും. അപ്പൊ 5 കാർബൺ ആയതിനാൽ പദമൂലം എന്ന് പറയുന്നത് പെന്റ് ആണ്. അതുപോലെ തന്നെ ആൽക്കെയിൻ ആയതുകൊണ്ട് എയിനിൽ അവസാനിക്കുകയും വേണം. അതുകൊണ്ട് ജസ്റ്റ് പെന്റെയിൻ എന്നാണ് ആദ്യത്തെ സംയുക്തത്തിന്റെ പേര്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കാം. രണ്ടാമത്തെ സംയുക്തം നോക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രോ കാർബണിലെ ഏറ്റവും നീളം കൂടിയ കാർബൺ ശൃംഖലയിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കൊടുത്തത് ആയിരിക്കണം എന്നില്ല എപ്പോഴും ഏറ്റവും നീളം കൂടിയ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയും എണ്ണി നോക്കണം, ഇങ്ങനെയും എണ്ണി നോക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ എങ്ങനെ എണ്ണിയാലും നമുക്ക് ഏറ്റവും നീളം കൂടിയ കാർബൺ ശൃംഖല എന്ന് പറയുന്നത് അതിൽ 4 കാർബണേ അടങ്ങിയിട്ടുള്ളൂ എങ്ങനെ എണ്ണിയാലും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ നമ്പറിംഗ് ഇടാം. അപ്പൊ നമ്പറിംഗ് ഇടുന്നതും ആക്ച്വലി നമുക്ക് 2 തരത്തിൽ നമ്പറിംഗ് ഇടാം അല്ലെ? 1 2 3 4 ഇങ്ങനെ നമ്പറിംഗ് ഇടാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ പൊതുവെ ഇടാറുള്ളത് പോലെ എടുത്തുനിന്ന് വലത്തോട്ട് 1 2 3 4 ഇങ്ങനെ നമ്പറിംഗ് ഇടാം. അപ്പൊ ഇതിൽ ഏത് നമ്പറിംഗ് ആയിരിക്കും കൂടുതൽ സ്വീകാര്യം? അതെങ്ങനെ നമുക്കറിയാൻ പറ്റും? ഈ ഹൈഡ്രോ കാർബണില് ശാഖ ഉൾക്കൊള്ളുന്ന കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ കിട്ടുന്ന തരത്തിൽ വേണം നമ്പറിംഗ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോ ചുവപ്പ് കളറുള്ള നമ്പറിംഗ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ 3 എന്ന കാർബണിലോട്ടായിരിക്കും പിന്നെ ശാഖ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മൾ ഈ വയലറ്റ് കളറുള്ളതാണ് ആ നമ്പറിംഗ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 2 എന്നുള്ള നമ്പർ ആയിരിക്കും ശാഖ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന് കിട്ടുക. അപ്പൊ നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ സംഖ്യ എന്ന് പറയുമ്പോൾ 3നേക്കാൾ അപേക്ഷിച്ച് 2 അല്ലേ പിന്നെ കുറഞ്ഞ സംഖ്യ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നമ്പറിംഗ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്, അതായത് വയലറ്റ് കളറിലുള്ള നമ്പറിംഗ്. ഓക്കെ, അപ്പൊ നമ്പറിംഗും ഇനി പൂർത്തിയായി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഹൈഡ്രോ കാർബണിൽ കാർബൺ കാർബൺ ബന്ധനം ഏത് തരത്തിലുള്ളതാണ്. അപ്പൊ ഓൾറെഡി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഇത് ആൽക്കെയിൻ ആണ്, കാരണം ഏകബന്ധനം മാത്രമേ ഇവയിലുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ശാഖ ഉൾക്കൊള്ളുന്ന കാർബൺ ആറ്റത്തിന്റെ സ്ഥാനം കണ്ടെത്തി. ഇത് 2 ആണ്. 2 പിന്നെ കാർബൺ ആറ്റത്തിന്റെ നമ്പറിനൊപ്പം ശാഖയുടെ നാമവും കൂട്ടിച്ചേർക്കണം. അപ്പൊ ശാഖയുടെ പേരെന്താണെന്ന് നമുക്കറിയാമോ? ഒരു കാർബണുള്ള ശാഖയാണ്. അപ്പൊ ഇതിന്റെ പേര് മീഥൈൽ എന്നാണ്. ഈ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ വിശദമായിട്ട് പറയാം. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കി വെച്ചോളൂ. അപ്പോ മീഥൈൽ എന്നാണ് ഈ ശാഖയുടെ പേര്. ഇനിയോ നമ്മൾ എന്തും കൂടി നോക്കണം,
ഏറ്റവും നീളം കൂടിയ ചെയിനിൽ എത്ര കാർബൺ വരുന്നത് നോക്കിയില്ലേ? 4 കാർബൺ ആണ്. അപ്പൊ 4ന്റെ എന്ത് വാക്കാണ് നമ്മൾ മൂലപദമായിട്ട് ഉപയോഗിക്കുന്നത്? ബ്യൂട്ട്. ഓക്കെ. പിന്നെ രാസബന്ധനം ഏകബന്ധനമാകിയാൽ ബ്യൂട്ടേൻ. അപ്പോൾ നമ്മുടെ ഫൈനൽ പേരെന്തായിരിക്കും? 2-methyl butane. ഓക്കെ. സോ ഇതാണ് ഈ ഒരു ആൽക്കേൻ, ശാഖയുള്ള ആൽക്കേനിന്റെ പേര് വരുന്നത്. നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ കണ്ട ഒരു കാര്യമാണ് ശാഖ, CH3 ശാഖ. അതിനെ മീഥൈൽ എന്നാണ് വിളിക്കുക എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അതെങ്ങനെയാ കിട്ടിയതെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ അതിലോട്ടാണ് പോകുന്നത്. ആൽക്കൈൽ റാഡിക്കൽ എന്ന ഒരു വിഭാഗത്തിനെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ പൊതുവെ പൂരിത ഹൈഡ്രോ കാർബണുകളിലെ കാർബൺ ആറ്റങ്ങളുടെ സംയോജകത എല്ലാം ഹൈഡ്രജൻ ആറ്റങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ രാസപരമായ ആൽക്കീനുകൾ പൊതുവെ ഭയങ്കര ഉദാസീനമായിരിക്കും, അതായത് ഇനേർട്ട് ആയിരിക്കും. അപ്പോൾ ഇത്തരം ആൽക്കീനിൽ നിന്ന് നമ്മൾ ഒരു ഹൈഡ്രജൻ ആറ്റം നീക്കം ചെയ്യുമ്പോൾ ഇവയുടെ പ്രവർത്തനശേഷി കൂടും. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ ആൽക്കൈൽ റാഡിക്കലുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 1 ആണെങ്കിൽ കറസ്പോണ്ടിങ് ആൽക്കൈനിന്റെ പേരെന്തായിരിക്കും? മീഥെയ്ൻ അല്ലെ? ഇങ്ങനെ മീഥെയ്ൻ. ഇനി ഈ CH4-ൽ നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്തത് നമുക്ക് കിട്ടുക എന്താ? CH3 അല്ലേ? ഇനി ഇതിനെ വിളിക്കുന്ന പേരെന്താ? മീഥൈൽ. ഓക്കെ, സോറി, ഇവിടെ എഴുതാൻ സ്ഥലമുണ്ട്, ഇവിടെ എഴുതാം. ആൽക്കൈൽ റാഡിക്കലിന്റെ നാമം മീഥൈൽ. ഓക്കെ. ഇനി നെക്സ്റ്റ്, കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 2 ആണെങ്കിൽ നമ്മൾ C2H6 ഇങ്ങനെയല്ലേ ഫോർമുല എഴുതാം? അതിന്റെ പേര് ഈഥെയ്ൻ, റൈറ്റ്? ഈഥെയ്ൻ. അതിൽ നിന്നുണ്ടാകുന്ന ആൽക്കൈൽ റാഡിക്കലിന്റെ രാസസൂത്രം എന്തായിരിക്കും? ജസ്റ്റ് ഒരു ഹൈഡ്രജന് റിമൂവ് ചെയ്ത് എഴുതാം. ഓക്കെ. ഇനി ഇതിന്റെ നാമം എന്തായിരിക്കും? ഈഥൈൽ. ഓക്കെ. ഇനി 3 കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിലോ ആൽക്കൈനിന്റെ പേര്, ആൽക്കൈനിന്റെ രാസസൂത്രം എത്രയാ? C3H8 പ്രൊപ്പെയ്ൻ. അതുപോലെ ആൽക്കൈൽ റാഡിക്കലിന്റെ രാസസൂത്രം C3H7. ഇതിന്റെ പേരെന്ന് പറയുന്നത് പ്രൊപ്പൈൽ. ഇനി 4 ആണെങ്കിലോ, 4 കാർബൺ ആറ്റം ആണെങ്കിൽ C4H10 ആയിരിക്കും. ബ്യൂട്ടൈൻ എന്നാണ് പേര്. അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോവുകയാണെങ്കിൽ C4H9 ആവും അല്ലെ? അപ്പോ അതിന്റെ പേര് എന്ന് പറയുന്നത് ബ്യൂട്ടൈൽ. ഓക്കെ. അപ്പൊ ഇത്ര എണ്ണം മതി ആൽക്കൈൽ റാഡിക്കലുകളുടെ പേര് ജസ്റ്റ് ഒന്ന് പരിചയമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ആവും അല്ലെ? അപ്പോ അതിന്റെ പേര് എന്ന് പറയുന്നത് ബ്യൂട്ടൈൽ. ഓക്കെ. അപ്പൊ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ